സമാധാനപരമായൊരു കുടുംബജീവിതം ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ട ദീനാണ്, ഇസ്ലാമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം 9:10 നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയോട് കൂടെ നമ്മുടെ ഈ സദസ്സ് വിട പറയും. ഇപ്പോൾ നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പാതി ഇങ്ങനെ ഉറക്കമൊക്കെ കണ്ണിൽ വീണൊരു സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പേര് വിളിക്കില്ല, പേരറിയാത്തതുകൊണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്കിടയിൽ ഇത് മൊത്തമായിട്ട് കേട്ടില്ലെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 3 പാർട്ടായിട്ട് ഈ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതായത് 1 അതിൻ്റെ ഇസ്ലാമിൻ്റെ വശം പറയും, 2 ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമ പറയും, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും മക്കളും കൂടെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാനത് അവസാനിപ്പിക്കും. ഇതിലെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യമാരോടുള്ള കടമ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നൊന്ന് ഉറങ്ങിപ്പോയിട്ട് ഭാര്യമാർക്ക് ഇങ്ങോട്ടുള്ള കടമ കേട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം എനിക്ക് അനുഭവമാണ്, അതുകൊണ്ട് മാത്രമാണ് പറയണത്. ഞാൻ കൊല്ലം ജില്ലയിൽ ഖുത്തുബ നടത്തുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ PSC അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു 6 ഖുത്തുബൊക്കെ ആയിട്ടാണ് സാധാരണ കുടുംബജീവിതത്തിൻ്റെ ഒരു ബേസിക് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞു തീർക്കാൻ ഒരു 6 ഖുത്തുബൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ ഒരു വെള്ളിയാഴ്ച ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുള്ള കടമ പറഞ്ഞു. അപ്പോൾ 2ാമത്തെ വെള്ളിയാഴ്ച എന്താ പറയണം, ഇനി തിരിച്ചിങ്ങോട്ട് പറയണം. 2 വെള്ളിയാഴ്ച എൻ്റെ ഭർത്താക്കന്മാരെ കടമ പോവും. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിട്ട് മോലെ ഇമ്മാതിരി ഖുത്തുബ ഇനി നടത്തരുതിട്ടോ. അപ്പോൾ പറഞ്ഞു ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അടുക്കള കയറാനാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിങ്ങനെ പാർട്ടി ഇത് പറയണതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾക്കണം. അതിലുപരി നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആരോട് ചോദിച്ചാലും പറയും ഒരു സ്വസ്ഥമുള്ളൊരു ജീവിതമൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു പെണ്ണിനോട് ചോദിച്ചൊക്കെ നിൻ്റെ ഭർത്താവ് എങ്ങനെ ഉണ്ടെന്ന്, അൽഹംദുലില്ലാഹ് എനിക്ക് പടച്ചോൻ അറിഞ്ഞു തന്ന നിധിയാണ്, അങ്ങനെയൊക്കെയാണ് സാധാരണ പറയും. ഒരുപാട് അൽഹംദുലില്ലാഹ് പറയും. ഒരു കൊല്ലം കഴിഞ്ഞ് മുന്നോട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ ജീവിതം പോകണം, അങ്ങനെ പോകണു അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 3 കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ചോദിക്കാൻ ജീവിതം എങ്ങനെ ചോദിച്ചാൽ പിന്നെന്താ പറയാന്നറിയോ, ഇനി എന്ത് കാട്ടാനാന്ന് ചോദിക്കാം. അതിന് ഒക്കെ ഇങ്ങനെ റിവേഴ്സ് അടിക്കാൻ തുടങ്ങാൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാനിത് നിങ്ങളോട് തമാശക്ക് പറഞ്ഞാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ ശിഥിലീകരിക്കപ്പെടുന്നതിൽ വലിയൊരു റോൾ ഇതിലൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇതിനേക്കാളും നല്ലത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പിക്ചർ പഠിക്കുമ്പോൾ ഫാമിലി നാട്ടിലുള്ള പ്രവാസികൾ ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. നമ്മൾ മനസ്സിന്ന് രോഗങ്ങൾ എടുത്ത് കളയണം. പരസ്പരം ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മുടെ ദമ്പതികളോടാണ്. എന്നാൽ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ അടിച്ചു പറയാൻ, 2000-ൻ്റെ അടുത്ത പെൺകുട്ടികൾ 2019 ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. 2000-ന് അടുത്ത പെൺകുട്ടികൾ അന്യ ആളുകളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. നമ്മൾ പറയും അമുസ്ലിമിൻ്റെ കൂടെ പോയതും, ആ മുസ്ലിമിൻ്റെ കൂടെ പോയാലും മുസ്ലിമിൻ്റെ കൂടെ പോയാലും പോക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ 2000 ഓടിയപ്പോൾ 4000-ന് മുകളിലാണ് അമ്മമാർ ഓടിയത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പിക്ചറാണ്. ഇതിൻ്റെ കാരണം എന്ന് പരിശോധിച്ചാൽ ഒരു 5 കൊല്ലം ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോണ സമയത്തിലാണ് സ്വാഭാവികമായിട്ട് ഇതിനേക്കാളും നല്ലത് വേറെന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലൊരു മിസ് കോൾ വരുന്ന ആൾ സംസാരിക്കണം. അപ്പോൾ അവൻ പറയും എനിക്ക് ഇത്ര വാഹനമുണ്ട്, ഇത്ര പമ്പുണ്ട്, അവന് ചിലപ്പോൾ സ്വന്തമായിട്ട് ഫ്ലൈറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവും. അവസാനം ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോണ സമയത്ത് ഒരു BSS സൈക്കിളും ഉണ്ടാവില്ല, കാറ്റടിക്കണ പമ്പും ഉണ്ടാവില്ല, ഒന്നുമില്ലാതുള്ള സ്വർണ്ണമൊക്കെ ഇട്ട് പോയിട്ട്. കാരണം എന്താണെന്നറിയോ, ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ റോള് ഒരു ജീവിതം അല്ല, ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു കാമുകിക്ക് പ്രണയവും സന്തോഷങ്ങളും മാത്രമേ പറയാനുള്ളൂ, കാമുകൻ അതേ പറയാനുള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അപ്പോൾ ഈ പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ സംഭവിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കുടുംബത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ദീനാണ് കുടുംബത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം മേടിക്കണം എന്ന് പറയാനും വേടിക്കാൻ പാടില്ല എന്ന് പറയാനും ഉദ്ധരിക്കുന്നത് ഒരേ ഹദീസാണ്. അതാണ് കൗതുകം. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നുണ്ട്. സാധാരണ ആൾക്കാർ പറയും 4 കാര്യത്തിന് വിവാഹം കഴിക്കപ്പെടുന്നത് പ്രസന്റ് ടെൻസ് ആണ്. നടക്കുന്നത് 4 കാര്യങ്ങൾക്കാണ്: അവരുടെ സമ്പത്തിന്, അഴകിന്, തറവാട്ട് മഹിമക്ക്, ദീനന്. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പനയാണ്, ഫൾഫർ ബിദാത്തിദ്ദീൻ,
ദീനുള്ളവൾക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. വൈദ തരിബത്ത് യദാക്, അതിനു വേണ്ടി നിന്റെ കൈ മണ്ണ് പുരണ്ട് പോയാലും വേണ്ടില്ല. പക്ഷെ അതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഒരു കോംപ്രമൈസ് ചെയ്യും, അല്ലേ? പണ്ടൊക്കെ സലഫിയുടെ ഒക്കെ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കലുണ്ട്, ഇത് ഇങ്ങോട്ടല്ലേ വരുന്നത്, ദീനൊക്കെ ഉണ്ടായിക്കോളും, അല്ലേ? പക്ഷെ ഞാൻ അതിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊന്നതാരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന കലാപകാരി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് വെട്ടുന്ന രംഗുണ്ട് മസ്ജിദുൻ നബവിയിലെ സുബഹിന്റെ നേരത്ത്. നമ്മളിത് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് അദ്ദേഹം സുബഹി നിസ്കരിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം ജനങ്ങളെ പോയി വിളിക്കുന്ന ഒരു പതിവ് അലി റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അദ്ദേഹം ആദ്യം ഒരു ഖവാരിജിയത്തിന്റെ പഴച്ചവാദമുള്ള ആളായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അഹ്ലുസ് സുന്നയുടെ ആദർശമുണ്ടായിരുന്ന ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ റൈറ്റ് ഹാൻഡ് ആണ്. അങ്ങനെ ഉണ്ടായിരിക്കെ അദ്ദേഹം ഖവാരിജിയത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട് പ്രണയം തോന്നാൻ അവരെ വിവാഹം കഴിച്ച തിരക്കടില്ല, അവരുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം വശംവദനായി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു അവർ പഴച്ച ചിന്താഗതിക്കാരിയാണ്, അവരെ വിവാഹം കഴിക്കണ്ട. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താണ്, അവളെ ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്തോളാം, ശരിയാക്കി കൊണ്ടുവന്നോളാം. അവസാനം എന്തു സംഭവിക്കുന്നുണ്ട്? ശരിയാക്കി കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, അവളുടെ പഴച്ച ചിന്താഗതിയിലേക്ക് ഇദ്ദേഹം മാറാൻ. 3 ആളെ കൊല്ലണമെന്ന് കഅബാലയത്തിന്റെ അവിടെ വെച്ച് പ്രതിജ്ഞയെടുത്ത് തിരിച്ചു വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു ദീനുമില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോയി എന്നാണോ? ആളുകളുടെ മനസ്സിൽ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും ക്രൂരനായി അവർക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവരുടെ വിശ്വാസം പഴച്ചുപോയി. എന്തുകൊണ്ട്? ദീന് നോക്കാതെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാവ് മുറിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം കരഞ്ഞത്. എന്തിനാ കരഞ്ഞതെന്നറിയാം? എന്തിനാ കരഞ്ഞത്? ഇനി എനിക്ക് അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാൻ പറ്റൂലല്ലോ. അള്ളാഹു തആല നമ്മുടെ ഈമാനെ അള്ളാഹു സുരക്ഷിതത്വം നൽകട്ടെ. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ദീനിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഈ ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ ഏത് മേഖലയിൽ കടക്കുമ്പോഴും ദീൻ ഉണ്ടാവണം. ഇപ്പൊ നിക്കാഹിന് വേണ്ടി കടക്കുന്ന സന്ദർഭത്തിലും ദീന് നമ്മൾ വലിച്ചെറിയും. എല്ലാ ഹറാമിയത്തും ചെയ്യും. നമ്മൾ നിക്കാഹിൽ പോയി എന്തിനാ നമ്മൾ കല്യാണത്തിന് പോണത്? നമ്മുടെ മനസ്സിലവനെ നല്ല ഫുഡാണ്, സൽക്കാരാണ്, പാക്കേജാണ്, പെർ ഹെഡ് എത്ര രൂപയുടെ ഫുഡ് എന്നൊക്കെ പറയും. ഞാൻ ഇവന്റ് നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പറയും ആളുകൾ നന്നാവില്ല. കൊറോണ സമയത്തിന്റെ മുമ്പ് പ്രളയം വന്നു, ആളുകൾ അന്ന് ഒക്കെ ഒരു ലിമിറ്റ് വന്നു, കഴിഞ്ഞുകൊണ്ട് കൊണ്ട് തിരിച്ചു കയറി. അങ്ങനെയല്ലേ? നമ്മുടെ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയും? നമ്മൾ വധൂവരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, അവരുടെ ക്ഷണം സ്വീകരിച്ച് സൽക്കാരത്തിൽ പങ്കുകൊള്ളാനാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ബാറക്കല്ലാഹു ലക്കുമാ വബാരക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. അല്ലേ? ബാറക്കല്ലാഹു ലക വബാരക അലൈക വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. താങ്കൾക്ക് അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ, താങ്കളുടെ ഇണയിലും അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ. നന്മയിൽ അല്ലാഹു നിങ്ങളുടെ രണ്ടുപേരെയും ഒരുമിച്ച്. എന്തീ ബർക്കത്ത് പറഞ്ഞാൽ സിയാദത്തും ഫിൽ ഖൈറാൻ, അല്ലേ? കുടുംബ ജീവിതത്തിന്റെ എന്തെല്ലാം നന്മ ഉണ്ടോ അത് മുഴുവൻ അള്ളാഹ് നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരട്ടെ എന്നാണ്. ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു ഹറാമ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ വിചാരിക്കണുണ്ടോ? ഈമാനിന്റെ പൂർത്തീകരണമായി എണ്ണിയ ഈമാനു. ആര് അള്ളാന്റെ മാർഗത്തിൽ നിക്കാഹ് കഴിക്കുന്നുവോ അവൻ ഈമാനെ പൂർത്തീകരിക്കും. അള്ളാന്റെ മാർഗത്തിലാവണം നിക്കാഹ്. പക്ഷേ നമ്മൾ അതൊക്കെ തകർത്തെറിയും. എന്നിട്ട് അവസാനം വരെ നമുക്ക് സമാധാനം ഇല്ല. എന്താ പറയാ, പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ ഒരു നിക്കാഹിന് വേണ്ടി കയറി ചെന്നപ്പോൾ സലഫികളൊന്നുമല്ല, വേറൊരു നിക്കാഹിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതുപോലത്തെ ഒരു ഖുത്ബ ഞങ്ങൾക്ക് അവിടെ നടത്താനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ മാലപ്പടക്കം തൂക്കിയിടും, ഈ തോരണം കിട്ടും ഈ ഹൈന്ദവ സമുദായക്ക്, അതേപോലെ മാലപ്പടക്കം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരേച്ചങ്ങ് വിളിച്ചോളൂ, കാരണം അവർക്ക് നമ്മളവിടെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാവണമെങ്കിൽ സലഫികൾക്കുള്ള ചിന്താഗതി എന്താണെന്ന് തുറന്ന് പറയുന്നത് വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരേച്ച വിളിച്ചു, ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല, ഞങ്ങളത് പരിഹാരം കണ്ടോളാന്ന് പറഞ്ഞു. അതൊക്കെ അയാൾ പൊട്ടിച്ചെടുത്തിട്ട് അപ്പുറത്ത് ഒരു പറമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് വന്നോളി എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ വന്നിട്ട് എന്ത് തീ കത്തിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം നമ്മൾ പറയും ബാറക്കല്ലാഹ്. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത് വേണോ?
ഒരു ഹറാമിലുണ്ട്. സ്വർണത്തിൻ്റെ മോതിരം പോലും കയ്യിലണിഞ്ഞിട്ട് നിക്കാഹിന് വന്നിരിക്കുന്ന ചടങ്ങുണ്ട്. പ്രവാസികൾ ഇങ്ങനെ അയച്ചു കൊടുക്കുക. നമ്മൾ കുറച്ചൊക്കെ ആദർശങ്ങൾ ഉള്ളിൽ കയറണ നേരത്തെ ഭാര്യ പറയും, എൻ്റെ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ്, ഒരു മോതിരം വേണം. ആണുങ്ങൾക്ക് സ്വർണ്ണ അപ്പോൾ പറയാം നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള മടിയുണ്ടാണ് അല്ലേ. അതുമ്പോൾ പറയുമ്പോൾ നമ്മൾ വീണു. നമ്മൾ പറഞ്ഞ ഒരു ഹറാമിന് കൂട്ടു നിൽക്കുന്ന ദയ്യൂസുകളായിട്ട് നമ്മൾ മാറരുത്. ഇവിടെ അത് അണിഞ്ഞിട്ടൊക്കെ നിക്കാഹിന് വന്നിരുന്നിട്ട് എത്ര വലിയ തെറ്റ. ഇമാം തിർമിദിയുടെ 3700 ശുദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം വലിച്ചെറിയാൻ, നരകത്തിന്റെ തീക്കനൽ നിന്റെ വിരലിലണിയാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ്. സ്വഹാബത്ത് അതിൽ കാണിച്ച സൂക്ഷ്മത എന്താണ്? അള്ളാന്റെ പ്രവാചകൻ പോയപ്പോൾ അവർ പറഞ്ഞ മോതിരം നീ എടുത്തു, ഇനി കയ്യിലണിയേണ്ട, തംഫിയോ നിനക്ക് അതുകൊണ്ട് ഉപകാരം എടുക്കാലോ, വിറ്റ് പൈസക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? വല്ല അള്ളാന്റെ പ്രവാചകന്റെ കരങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഇനി എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊടൂല എന്നാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹറാമുകളിൽ നിന്നുള്ള സൂക്ഷ്മത നിക്കാഹിന്റെ വേദികളിൽ വേണം എന്നല്ല നമ്മളൊന്ന് മനസ്സിലാക്കുക. ദീനല്ലാതെ പരിഹാരമില്ല. നമ്മൾ അതിൽ ദീനുള്ളവര് അമത്തും മുഅ്മിനെന്ന മുഅ്മിനത്തായ അടിമ സ്ത്രീയാണെങ്കിലും ആ ദീനുള്ളവൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അവളെ പോറ്റാൻ നിന്റെ കൈ മണ്ണ് പുരണ്ടു പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞെന്താ? ദാരിദ്ര്യം വന്നാലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമാണ് എവിടെയും നമുക്കുള്ള പരിഹാരം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ആ ദാമ്പത്യ ജീവിതം എന്നുള്ളതാണ്. പരസ്പരം ജീവിതത്തെ നമ്മൾ അറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഇങ്ങനെ നിരത്തിയപ്പോൾ അല്ലാഹ് പറയാ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശഭൂമികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. നമ്മൾ സാധാരണ പറയും ലൈഫ് പാർട്ട്ണറാന്ന് പറയും. ലൈഫ് പാർട്ട്ണറാണ്, അതോടൊപ്പം ബോഡി പാർട്ട്ണറാണ്. നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. അത് ഉപയോഗിച്ച പദം നോക്കി അസുവാച. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാ ഭാര്യ ഭർത്താവ്, തെക്കുള്ളവരാണെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയും അല്ലേ. ആരും പറയില്ല, എല്ലാവരും അവനാൻ്റെ ഭാഷ തന്നെ സംസാരിച്ചാൽ മതി. അതിൽ മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനുമാണ്. ഇസ്ലാമിൽ അതില്ലല്ലോ. സൗജ് സൗജത്തി എന്ന് പറയുന്ന പദത്തിനാണ് നമ്മൾ ആ ട്രാൻസ്ലേഷൻ തന്നെ കൊണ്ടുവരല്ലേ. അതിന്റെ ഡയറക്റ്റ് അർത്ഥം എന്താണ്? ഇണയും തുണയുമാണ്. കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ളവരാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അസ്വാജ് എന്തിനാ നിങ്ങളുടെ ജീവിതം, ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ അവളുടെ കൂടെ വീട് കൂടി താമസിക്കാനാണ്. ഒരു നിക്കാഹ് കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവാനാണ് എന്നാണ് അല്ലാഹു തആല സമാധാനത്തിന്റെ. നമ്മളൊക്കെ ആ സമാധാനത്തിലാണ് പരസ്പരം പ്രശ്നം ഉണ്ടാവണല്ലേ. നേരം 10 മണി കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോണില്ല, എന്താടാ അവളൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം തീർന്നു ഇല്ലേ. ആ സമാധാനം ഉണ്ടാകണം വീട്ടിലെ. അതായത് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സമയത്തിൽ പറഞ്ഞു തീർക്കും. ആ കയറി വരുമ്പോ സമാധാനം പരിഗണനയുടെ ഭാഗത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നോക്കേ, ആ സമാധാനം ഉണ്ടാവാൻ വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും വെച്ചു തന്നു അല്ലാഹ്. എന്താ മവദ്ദ എന്ന് പറഞ്ഞാൽ? 90-ലധികം പദങ്ങളുണ്ട് അറബി ഭാഷയിൽ സ്നേഹത്തിന്. അതിൻ്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന വേർഡാണ് മവദ്ദ, പ്രണയം, ലവ്, സ്നേഹം. ഇസ്ലാം പ്രേമിക്കാൻ അധികാരം കൊടുത്തൊരു മതമാണ്. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അതെന്താണ്? ആഫ്റ്റർ മാരേജ് ആയിരിക്കണം പ്രണയം, ഇണയോടായിരിക്കണം പ്രണയം. എങ്കിൽ അവിടെ സന്തോഷം ഉണ്ടായി. നിങ്ങൾ ആലോചിച്ചൊക്കെ, അവിഹിത ബന്ധങ്ങളിലേക്ക് നീങ്ങുന്ന ആളുകള്. അതുപോലെ തന്നെ അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നമുക്ക് അനുവദിച്ചതാണ് ഹിതം. അത് സമ്പത്തിലുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. നമ്മൾ ആ വേർഡ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നത് ഒരു മേഖല മാത്രമെന്നാ. അള്ളാഹ് അനുവദിക്കപ്പെടാത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇണകൾക്കപ്പുറത്ത് സഞ്ചരിക്കുന്നവർ സ്വരമായിട്ട് നോക്കി വ്യഭിചാരത്തിന്റെ മേഖലകളെ എണ്ണുമ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണെണ്ണീട്ടുണ്ട്, കാതെണ്ണീട്ടുണ്ട്, കൈയെണ്ണീട്ടുണ്ട്, കാലെണ്ണീട്ടുണ്ട്. അഥവാ ഇതൊക്കെ വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങളാണെങ്കിൽ അതൊന്നും പാടില്ല. അവന്റെ ഇണയിലായിരിക്കണം അവന്റെ കേന്ദ്രമെന്നുള്ള ആ മാനദണ്ഡത്തെ സ്വീകരിക്കുക. അവിടെയാണ് ഏറ്റവും വലിയ പ്രണയം ഉണ്ടാകേണ്ടത്, തൻ്റെ ഇണയോടാണ്. വറഹ്മ, കാരുണ്യത്തിന്റെ സ്നേഹവും അല്ലാഹ് വെച്ചു തന്നു. അതായത് തൻ്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുമ്പോഴും ശരീരത്തിന്റെ ടെമ്പറേച്ചർ അല്പം മാറുമ്പോൾ ഹൃദയം നോവുന്ന കാരുണ്യത്തിന്റെ സ്നേഹമില്ലേ, ഇത് രണ്ടും നിങ്ങളിലൂടെ വെച്ചു തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാ ദാമ്പത്യ ജീവിതം. പിന്നെ നമ്മൾ പരസ്പരം അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എല്ലാ നിക്കാഹുത്തുബയിലും കേൾക്കുന്ന ഒരു ആയത്തുണ്ട്, ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന.
നിങ്ങൾ പരസ്പരം വസ്ത്രത്തോടല്ല ഉപമിക്കണം. എന്തിനാ നമ്മൾ ഡ്രസ്സ് ധരിക്കണേ? ശരീരത്തിൻ്റെ ന്യൂനത മറച്ചു വെക്കാനാണ്, അല്ലേ? ശരീരത്തിനൊരു പ്രൊട്ടക്ഷൻ നൽകാൻ. അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ന്യൂനതകളെ മറച്ചു വെക്കാൻ കഴിവുള്ളവനെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പലർക്കും ശരീരത്തിന് എന്തുണ്ടാവും, പല ന്യൂനത ഉണ്ടാവും, കാണാൻ തന്നെ ഒരു കോലം ഉണ്ടായിരിക്കൂല, അല്ലേ? നമ്മൾ ആലോചിച്ച് ആ ന്യൂനതകളെ മറച്ചു വെക്കാൻ എന്ന പോലെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ന്യൂനതകളെ മറച്ചു വെക്കാൻ തന്നാൽ കഴിയുന്ന സംരക്ഷണങ്ങൾ പരസ്പരം തീർത്തു കൊടുക്കാൻ ഈ മാനദണ്ഡങ്ങളെ പാലിക്കുമ്പോഴാണ് ദാമ്പത്യം അവിടെ പരിപൂർണമാവുന്നത് എന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ദീനുണ്ടാവുക, ദാമ്പത്യത്തിന്റെ മര്യാദകളെ പാലിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരെ അതിന്റെ മേഖലയ്ക്ക് വരികയാണ്. ഒന്ന്, പരസ്പരമുള്ള കടമകൾ നിർവഹിക്കുക. നമ്മൾ എന്താണെന്നറിയാം, ഏറ്റവും വലിയ പരാജയം ഉണ്ടാവണം എന്താ വെച്ചാൽ, എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ല. ഞാൻ ഒരിക്കലാണ് കുടുംബ ക്ലാസ്സിന് ഫാമിലിനെ കൊണ്ടുപോയത്. അന്ന് ഞാൻ അങ്ങനെ പറയും, എല്ലാവരും ഉള്ള മൊത്തക്ക് തിരിഞ്ഞു നോക്കും. കാരണം നമ്മുടെ നാട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ ഫ്രണ്ടിലെ ആണുങ്ങളും ബാക്കിൽ പെണ്ണുങ്ങളും അല്ല ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനെ തിരിയും. അപ്പോൾ നമ്മളായിരിക്കും 100% പെർഫെക്റ്റ് ജീവിതം ഉണ്ട് എന്ന് ഒരാൾക്കും ദുനിയാവിൽ എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. കാരണം അതുള്ളത് എവിടെയുള്ളൂ? സ്വർഗത്തിലേ ഉള്ളൂ. ആ ബേസ് നമ്മൾ മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് പകുതി പ്രശ്നം തീരും. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് ദീനുകൊണ്ട് നമുക്ക് പരിഹരിക്കും ചെയ്യാം. അവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് ബോധ്യവാന്മാർ. എനിക്കത് കിട്ടിയില്ല, ഈ സമയത്തിന് ഇന്നത് ചെയ്തില്ല. പ്രത്യേകിച്ച് പല കുടുംബത്തിലുള്ള ഒരു കോമൺ ഡിസ്കഷനാണ് രണ്ടാം ഘട്ടം, അല്ലേ? ഞാനിപ്പോൾ വേറൊന്ന് കെട്ടിയാൽ അത് ചർച്ച ചെയ്യാത്ത വീട്ടുകാരിവിടെ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ എവിടെ പോയാലും, ഇപ്പം ഞങ്ങളൊക്കെ പല നാട്ടിൽ നടന്ന് സഞ്ചരിക്കണവരാണല്ലോ, എവിടെ പോയാലും ഉണ്ടോ കുറേ നാൾ ആ മുത്തിൻ്റെ ആദ്യസം കൊണ്ട് നടന്ന്, പിന്നെ അത് ശരിയല്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് ചാടി നമ്മളിതിങ്ങനെ കെട്ടിയാലോ എന്നിങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പറയും അതിന് ഒരുപാട് ന്യൂനത, ശരിയാവണില്ല, അത് ശരിയല്ല, കിട്ടിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട അറിയോ, ഞാൻ ചെയ്യേണ്ട കടമകളെ പരിപൂർണമായി നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ മുമ്പ് ആലോചിക്കേണ്ടത് ഞാൻ ചെയ്യേണ്ട കടമകളെ മനോഹരമായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ആലോചിക്കും, ഒരു ഭർത്താവിൻ്റെ മലയാള ഭാഷയുടെ പരിമിതിയാണ് ഞാൻ ഭർത്താവെന്ന് ഉപയോഗിക്കുന്നത്. ഒരു ഭർത്താവിൻ്റെ റോൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കി മതി. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, കുടുംബത്തിന്റെ ചെലവ് നോക്കേണ്ടതാരാ? നമ്മളാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസ, അത് നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷെ നമ്മളിലുള്ള കുറച്ച് ബാധ്യതയുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ മൈതാനിൽ അവിടുത്തെ ഖുത്ബത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വത്തഖുല്ലാഹ ഫീ നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ആരെ സൂക്ഷിക്കണേ? അള്ളാനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവരെ നിങ്ങൾ സ്വന്തമാക്കിയത് അള്ളാഹുവിന്റെ പേരിലുള്ള അമാനത്ത് കൊണ്ട്, അവരെ നിങ്ങൾക്ക് അനുവദനീയമായത് അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ട്. അതുകൊണ്ട് അവരോടുള്ള ഓരോ പെരുമാറ്റത്തിലും നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കേ, നമ്മളിങ്ങനെ പെരുമാറ്റത്തില് നമ്മൾ ആലോചിക്കണം, അവരെ വാപ്പാനെ ആലോചിച്ചിട്ടില്ല, ആങ്ങളാറിനെ ആലോചിച്ചിട്ടില്ല. അള്ളാന്റെ മുമ്പിൽ ഞാൻ ബോധിപ്പിക്കണം, അവരോട് അനിഷ്ടകരമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ, അള്ളാന്റെ പേരിൽ ഇവളെ ഞാൻ സ്വന്തമാക്കിയത്, അവരെ എനിക്ക് അനുവദനീയമായത് ഒരു അന്യ സ്ത്രീയെ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് പറയുമാറി എന്നിലേക്ക് ചേർക്കപ്പെട്ടത് അള്ളാന്റെ പേരിലുള്ള അമാനത്ത് കൊണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കും, അവരോടുള്ള ഏതൊരു കാര്യത്തിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു നിയന്ത്രിത കാലയളവിനപ്പുറത്തേക്ക് നമ്മുടെ ലീവ് നീണ്ടുപോകുന്നുവെങ്കിൽ അവരോട് പറയാൻ, അവരോട് അനുവാദം ചോദിക്കേണ്ട ബാധ്യത അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ഡിലേ വരുന്നുണ്ടെങ്കിൽ അവരോട് അത് കൃത്യമായി പറയാനുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. വീണ്ടും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സംസാരത്തിൽ വീണ്ടും നമ്മളോട് ആവർത്തിക്കുന്നു, വഅലൈക്കും, പുരുഷന്മാരെ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്, കിസ്വതുഹുന്ന വരിസ്ഖുന്ന, അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് നിർബന്ധമാണ്, അവരുടെ വസ്ത്രം നിങ്ങൾക്ക് നിർബന്ധമാണ്. എങ്ങനെ? ബിൽ മഅറൂഫ്, മാന്യമായ രീതിയിലൂടെയുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം, മാന്യമായ രീതിയിലൂടെയുള്ള വസ്ത്രം നിങ്ങൾ അവർക്ക് കൊടുക്കണം. ആ മാന്യത എന്താണ്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ കസൗത ഫക്സുഹാ, നീ ധരിക്കുന്നുവെങ്കിൽ അവളെയും ധരിപ്പിക്കണം കേട്ടോ.
നീ കഴിപ്പിക്കുന്നുവെങ്കിൽ അവളെയും നീ കഴിപ്പിക്കണം കേട്ടോ. എത്ര മര്യാദ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ. അത് നിങ്ങൾ സൂറത്തു ത്വലാഖിൻ്റെ തഫ്സീറിലൂടെ കടന്നു പോകുമ്പോൾ, തഫ്സീറിലൂടെ പോകേണ്ട ആയത്തിൽ തന്നെ നെസ്സോ ഡയറക്റ്റ് അള്ളാഹു താല പറഞ്ഞില്ലേ, ത്വലാഖ് ചൊല്ലിയ ഭാര്യ, ത്വലാഖ് ചൊല്ലി, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, സസ്പെൻഷൻ പീരീഡ് ആണല്ലോ. ത്വലാഖ് ചൊല്ലിയാൽ ഡിസ്മിസ് ആയിട്ടില്ല, സസ്പെൻഷൻ പീരീഡാണ്. ആ സമയത്ത് പോലും നിങ്ങളുടെ സഅത്ത്, ജീവിത വിശാലത അവർക്കതുപോലെ കൊടുക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യം അതേപോലെ കൊടുക്കണം എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അറിയോ? നമ്മളിങ്ങനെ കൂട്ടുകാരുടെ കൂടെ പോവും, പുറത്ത് പോവും, ഹെവി ഭക്ഷണം കഴിക്കും, തിരിച്ചു വന്നാൽ എനിക്ക് വേണ്ടത് എൻ്റെ ഉണക്കച്ചോറും സാമ്പാറും എന്ന് പറഞ്ഞ് പോയി കിടക്കുമ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. ഒരു മര്യാദ ഉണ്ട്. എന്താണ്? അവർക്കും അതേപോലെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യുക, ഞാൻ പുറത്തുനിന്ന് കഴിക്കേണ്ടത്, നിനക്ക് എന്തെങ്കിലും വേണോ? നല്ല ഭാര്യയാണെങ്കിൽ പറയും എനിക്കൊന്നും വേണ്ട, നിങ്ങളുണ്ട് വന്നാൽ മതിയും. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കിട്ടിയ റഹ്മത്തും വെൽവറ്റും ബർക്കത്തും അനുസരിച്ച് ഇരിക്കും. അതിൻ്റെ നീളം ലിസ്റ്റൊക്കെ അതിനനുസരിച്ച് മാറിയിരിക്കും. പക്ഷേ ഒരു മര്യാദ, നമ്മൾ എന്താണോ കഴിക്കുന്നത് കൊടുക്കൽ ബാധ്യതയാണ്. പിന്നെ പൊരുത്തപ്പെടിക്കല, ഞാൻ കഴിക്കേണ്ട, നീ കഴിച്ചോ കടന്നോ എന്ന് പറയൽ എന്താണ്? നമ്മളെന്താ അറിയോ, നമ്മൾ ദീനും മേഖലൊക്കെ കൂടിയ ആളുണ്ടായി. ഒരു ദിവസം എനിക്ക് എൻ്റെ കൂടെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണ ഒരാൾ, പലപ്പോഴും ഞങ്ങളൊക്കെ വീട്ടിൽ ഉമ്മ നേരത്തെ എണീറ്റിട്ട് വിളിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഈ 2:30 1 മണിക്ക് വന്ന് കിടന്ന ഒന്നും കൂടെ തിരിഞ്ഞു കിടക്കുമ്പോൾ അപ്പോൾ ഉമ്മ ചൂടാവാൻ വേണ്ടി പിന്നെ പറയണ വാക്കാണ്. അല്ലെങ്കിലും മുസ്തഫക്കാൻ്റെ ഈമാനൊന്നും നിങ്ങൾക്കില്ല. ഈ മുസ്തഫക്ക പറഞ്ഞൊരു വർക്ക്ഷോപ്പ് പണിക്കാരനാണ്, 5-6 പെൺകുട്ടികളാണ് ആളുടെ ജീവിതത്തിൽ. പക്ഷെ മാഷാ അല്ലാഹ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ലൈഫാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ പ്രോഗ്രാമിൽ കൊണ്ടുപോയിട്ട്, ഞാൻ ഇയാൾ ലൈഫിൽ ആദ്യമാണ് അൽഫാം കഴിക്കണത്. ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പഠിച്ചു കൊടുത്തു. അപ്പോൾ ഇയാൾ കഴിക്കാൻ അങ്ങനെ ഒരു മടിയിലിരുന്ന് ഇങ്ങനെ കഴിക്കാൻ. പിറ്റത്തെ ദിവസം ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇയാളെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, ആൾ കുട്ടികളുടെ കൂടെ അൽഫാം മേടിച്ചു നിന്ന് തിന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? മൂപ്പർക്ക് തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ആളെ മക്കളുള്ളതുകൊണ്ടാണ്, ആളെ ഭാര്യ ഉള്ളതുകൊണ്ടാണ്. നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ ഇനി മാസത്തിൽ 26 ദിവസം വീട്ടിൽ അൽഫാം മേടിച്ചു കൊടുക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ ഞാൻ പോവുകയാണെങ്കിൽ. നമ്മളൊന്നും പൊരുത്തപ്പെടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, നമ്മൾ കഴിക്കുമ്പോൾ ബാധ്യതയാണ്. അത് നമ്മൾ അതിൽ വീഴ്ച വരും, നമ്മൾ നോക്കണം. അള്ളാൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു പറയാൻ. പിന്നെ 2, നമ്മളൊക്കെ ഒരു നിക്കാഹ് നടത്തിയവരാണ്. എന്താ ഈ നിക്കാഹ് എന്ന് പല ആളുകൾക്ക് അറിയില്ല. ഞാനൊക്കെ സാധാരണ നിക്കാഹിന് ഇരിക്കുമ്പോൾ അവനോട് പറയും, ഇങ്ങോട്ട് തമ്മിൽ പറയാൻ പറ്റി പറഞ്ഞോ. അല്ല, എൻ്റെ നാടൻ വർത്താനത്തിൽ നമ്മൾ പറയേണ്ടത്, പറയാൻ യോഗ്യതയില്ലാത്ത പെണ്ണിട്ടം തന്നെ പോകണ്ടെന്നാണ്. കാരണം എന്താണ്? എൻ്റെ മോളെ ഈ മഹർ സ്വീകരിച്ചാൽ നിനക്ക് നിക്കാഹ് എന്ന്, ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ കരുത്തില്ലാത്തവന് പിന്നെ എങ്ങനെ ഇതിനെ കൊണ്ടുപോയി പോറ്റാൻ പോണേ? അല്ലേ? ഇതാണ് നമ്മൾ ഈ ഏറ്റെടുക്കണ കരാർ. എന്താണെന്നറിയും? അവിടെ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞെന്നാലും ശരി ഇല്ലെങ്കിലും ശരി, പലപ്പോഴും ചില അറബിയിൽ നിക്കാഹ് നടത്തി കൊടുക്കുന്ന ആൾക്കാർ പിന്നെ അങ്ക ചുക്ക വങ്ക ചുക്ക ബിന്തി എന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ബിഹാദൽ മഹരിൽ ഹലി എന്നൊക്കെ പറഞ്ഞ അവസാനം എന്ന് പറയും, ഈ മഹറിന് പകരമായി ഒരു മഹറിനും പകരല്ലാട്ടോ ഒരു പെണ്ണ്. അത് നിങ്ങളുടെ മനസ്സിലായി, അതിൻ്റെ മൂല്യം ഒരുപാട് മുകളിലാണ്. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, മീസാഖൻ ഖലീല, ദൃഢമായ കരാറാണ്. ആ കരാറിൽ ഒരു വാപ്പ പറയുന്ന ഒരാൾ ഏറ്റെടുക്കുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പെണ്ണിനെ 10-20 വർഷക്കാലം പോറ്റി വളർത്തിയ വാപ്പ, ആ കുട്ടിയുടെ രക്ഷിതാവാരാൻ? പിതാവാണ്. ആ പിതാവ് തൻ്റെ രക്ഷാധികാരത്തിന്റെ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. എൻ്റെ മകളെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു എന്ന് പറയുമ്പോൾ, അതിന് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ, ആ രക്ഷാകർത്തത്തെ സ്വീകരിക്കാൻ, അതായത് ഒരു വാപ്പാടെ കീഴിൽ ഒരു മകള് വളരുന്ന കാലമത്രയും അകാരണമായ മകളുടെ കണ്ണൊന്ന് നിറയുമ്പോൾ ആ വാപ്പാടെ ചങ്ക് പെടക്കുമായിരുന്നുവെങ്കിൽ, ഇനി ആ മകളെ ഏറ്റെടുക്കുമ്പോൾ ഭർത്താക്കന്മാരെ ആ കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ് ആ വിലായത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ആ മോളുടെ കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ്. അപ്പോൾ ഏറ്റെടുക്കുമ്പോൾ, ഞാൻ ഏറ്റെടുത്തത് വലിയൊരു അമാനത്താണ്. നമ്മൾ നിക്കാഹിലൂടെ ഞാൻ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ, ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ളതാരോടാ? വാപ്പാനേക്കാളും നിക്കാഹ് കഴിഞ്ഞ കടമ ഹഖുൽ ലിസൗജിഹ, അവരുടെ ഭർത്താവിനോടാണ്. എന്തുകൊണ്ട് ഭർത്താവിനോടായി? വലിയ ഭർത്താവാണ്. മനസ്സിലാവുണ്ടോ? വാപ്പാന്റെ കയ്യിൽ നിന്ന് എല്ലാ അധികാരങ്ങളും ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും ഏറ്റെടുത്തു വാങ്ങിയ, ഇനി വാപ്പാന്റെ അടുത്ത് പോയിക്കോന്ന് പറയാൻ അവകാശമില്ല. അത്രയും ഗൗരവമായി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു വിഷയം നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? ഒരു പെണ്ണിന്റെ അഭിമാനം, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടതാരാ? അവരുടെ പുരുഷന്മാരാണ്.
അവരുടെ പുരുഷന്മാരാണ്. നമ്മളൊരു ത്വലാഖിന്റെ വിഷയം പഠിക്കണ ആ അതിന്റെ മുന്നുള്ള സ്റ്റെപ്പുകളിലേക്ക് കടക്കുമ്പോൾ കാണാം, അവരെ നിങ്ങൾ ഉപദേശിക്കുന്നുവെങ്കിൽ ഉമ്മാടെ മുന്നിൽ വെച്ച് ഉപദേശിക്കല്ലേ, സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഉപദേശിക്കല്ലേ, നിങ്ങളുടെ പേഴ്സണൽ ബെഡ്റൂമിലായിരിക്കണമെന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് അഭിമാനമുണ്ട് ഉമ്മാടെ മുന്നിൽ വെച്ച് ഉപദേശിക്കാൻ. സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഉപദേശിക്കുമ്പോൾ ന്യൂനതകൾ പറയുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് സ്വകാര്യതകളിലാണ് അവരെ നിങ്ങൾ ഉപദേശിക്കേണ്ടത്. ബെഡെന്ന് ബഹിഷ്കരിക്കുക, റൂമെന്ന് പുറത്താക്കണ്ട. ചില നന്നാവാനുള്ള സ്റ്റെപ്പ് ബെഡെന്ന് ബഹിഷ്കരിക്കുക, റൂമെന്ന് ബഹിഷ്കരിക്കണ്ട. കണ്ടോ, അവൾ ഉപദേശം എന്ന് പറഞ്ഞത് നമ്മളെ ആക്ഷേപമാണ്. അല്ലെങ്കിൽ നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലണി, ഇതിന് ആരെങ്കിലും ഉപദേശം എന്ന് പറയോ? നമ്മൾ അതിന്റെ പേര് നസീഹത്ത്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച നസീഹത്താണ്. നസീഹത്ത് പറഞ്ഞ ഗുണം പ്രതീക്ഷിച്ച് ഉപദേശിക്കലാണ്. ഉപദേശം കൊടുത്തു, ബെഡെന്ന് ബഹിഷ്കരിച്ചു നോക്കി, ചെറിയ രീതിയിൽ അടിക്കാം, മുഖത്തടിക്കണ്ട. 10-18 കാരണങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. അതിക്കൊന്നും നമ്മൾ പോകണ്ട. ഏറ്റവും നിസ്സാരം, മുഖത്തടിക്കണ്ട, അടയാളം വീഴുന്ന രീതിയിൽ അടിക്കണം. നമ്മൾ ഒന്ന് പിണങ്ങിയാൽ രണ്ടാമത് കൈ എടുക്കാൻ പോവാ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഈത്തപ്പൻ തട്ടുമ്പോൾ നമ്മളെ ഇടത്തെ കയ്യിൽ നിന്ന് പാത്രം തട്ടിയ വലത്തെ കൈ അവിടെ ഇരിക്കുക കാരണത്തല്ലേ? അല്ലേ? അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാലേ ഒരു തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനം, അല്ലാണ്ട് വെറും അടിക്കാന്നല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ നിലത്തവിടെ ഇരുന്ന ഈത്തപ്പഴം പറക്കിയെടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞൊലിച്ച്. എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിഹാരം കണ്ടത് ആ മാർഗത്തിലൂടെയാണ്. അതുകൊണ്ട് അവരടിക്കല്ലേ, അഭിമാനം നിങ്ങൾ അവരുടെ സംരക്ഷിക്കണമെന്നുള്ളതാണ് അള്ളാഹിന്റെ ദീൻ. അവരുടെ ന്യൂനതകൾ പുറത്തു പറഞ്ഞ് നടക്കല്ലേ. ഇനി നമ്മൾ കുടുംബജീവിതത്തിന്റെ മാതൃക എവിടെ നിന്ന് എടുക്കല്ലേ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. റസൂലുള്ളാഹ് നമുക്ക് എല്ലാ മേഖലയിലും മാതൃകയാണ്, എല്ലാ മേഖലയിലും. അവിടുന്ന് റസൂലുള്ളാഹിന്റെ വിവാഹത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലല്ല കേട്ടോ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. എണ്ണം അത് ഖാസാണ്. നമുക്ക് ഇത്ബായിയായ സുന്നത്തുകളുണ്ട്, പിന്തുടരേണ്ടതുണ്ട്. പ്രവാചകന് ഖാസായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ മാതൃക, ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമയം 9 ഭാര്യമാരുണ്ടെങ്കിൽ 9 ഭാര്യമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരം എന്ത് ചെയ്യും? സലാം പറയും, വിശേഷം അന്വേഷിക്കും. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാര്യയുടെ മെസ്സേജ് തന്നെ നമ്മൾ എപ്പോഴാണ് നോക്കല്? നമ്മളെല്ലാവരുടെ മെസ്സേജിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ഭാര്യയ്ക്ക് കൊടുക്കണത് എപ്പോഴും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോ ഫോണിൽ, ഞാൻ വിളിക്കണേ, അങ്ങനെ തിരക്കൂട്ടുണ്ടാകും, ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ അവരോട് സലാം പറയാൻ, അവരോട് സംസാരിക്കാൻ ഒരു സമയം അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? തൻ്റെ ഭാര്യമാരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചു പറഞ്ഞു, ഖുലുഖുഹു അൽ ഖുർആൻ, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനാണെന്ന്. നമ്മളുടെ ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്കി നമ്മളുടെ സ്വഭാവം എന്താ? നമ്മൾ സാധാരണ പറയലുണ്ട്, ആദർശമൊക്കെ മനസ്സിലാക്കിയ ഭയങ്കര ആവേശം. ചില ആൾക്കാരുണ്ട് എല്ലാ കാര്യത്തിനും ഉഷാറുണ്ട്, സുബൈ പോലും ഇല്ലാണ്ട് കിടന്നുറങ്ങണ ബുദ്ധന്മാരുണ്ട്. എന്നിട്ടിങ്ങനെ കണ്ണിൻ്റെ ഉറക്കത്തിൻ്റെ ഇടയിൽ കണ്ണ് വീഴ്ച നോക്കുമ്പോഴാണ് മറ്റോള് കുനൂത്തിന് വേണ്ടി ഇങ്ങനെ കൈ, നിനക്ക് ആരടി ബിദഅത്ത് പഠിപ്പിച്ചതെന്ന്. ഇവിടെ സുബിയും കൂടി ഇല്ലാണ്ട് കിടക്കണവനാണ് ബിദഅത്തിൻ്റെ നേരെ വാളെടുക്കാൻ വരണേ, അല്ലേ? ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ദീന് നമ്മളവിടെ പുലർത്തിക്കൊണ്ടുപോകണം. നിങ്ങൾ നോക്കി, അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കൃത്യമായി കാണിച്ചു തരികയാണ്. ഇപ്പോൾ സ്വകാര്യതകളുടെ ഹദീസുകൾ കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കൊടുത്തിരുന്നു, അല്ലേ? ഓട്ട മത്സരം നടത്തിയിരുന്നു ആയിഷ ബീവിയുടെ കൂടെ എന്നുള്ളത്. ആര്? ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്നാണ്ട് പോയി ഫ്ലാറ്റിൽ പോയിട്ട് താഴെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് 2 വര വെച്ച് 1 2 3 പറഞ്ഞ് ഓടാനൊന്നുമല്ല, പാതിരാത്രി ഓടാനൊന്നും നിൽക്കണ്ട. അത് കുടുംബത്തിന് വേണ്ടി സമയം കണ്ടു. അവിടെ അഭ്യാസം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയായി നിന്ന് കൊടുത്തു എന്നാണ്. എന്താണെന്നറിയോ? നമുക്കിങ്ങനെ നിങ്ങളുടെ വ്യാഖ്യാനത്തേക്കൊന്നും പോകണ്ട, എക്സിബിഷൻ കാണാനും ഹറാമ് കാണാനും ഭാര്യയ്ക്ക് മറയിട്ട് നിന്ദി കൊടുക്കാനെന്നുള്ള അവസ്ഥക്കൊന്നും പോകണ്ട. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതിനോടൊക്കെ ടെൻഡൻസി കൂടുതലാണല്ലോ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ. പണ്ട് പള്ളിയിൽ നിന്ന് മൊയിലേര് പറഞ്ഞു ഉത്സവത്തിന് പോകാൻ പാടില്ല. നാട്ടുകാരിപ്പോൾ അതിൻ്റെ പേരിൽ പോയിരിക്കൊന്നുമില്ലല്ലോ, എല്ലാവരും കുറേ ഇങ്ങനെ പോയപ്പോണ്ട് മൊയിലേരും പൂരപ്പറമ്പിലും. അപ്പോൾ അല്ലോസ്ത നിങ്ങളെന്താ ഇവിടെ? ഞാൻ നമ്മുടെ മഹലിൽ നിന്ന് ആരൊക്കെ വന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ആ ഉടായ്പിൻ്റെ പരിപാടിക്ക് ഈ വക റസൂല് മറയിട്ട് നിന്നെടുത്തുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മറയി നിന്നെടുത്തൊന്നും പറയണ്ട. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുടുംബത്തിൻ്റെ കൂടെ ഒരു സമയം അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചു. നമ്മളൊക്കെ സാധാരണ എന്താ പറയുന്നറിയോ? പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയല്. നമ്മുടെ കൂടെ ഫാമിലി കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാ പോലെ അവർക്ക് വേണ്ട വസ്ത്രം ആരാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മളിത് റിയാൽ കൊടുത്തിട്ടുണ്ട്, അവർ വാങ്ങിക്കോട്ടെ.
നിങ്ങൾ നോക്ക്, അതുകൊണ്ടൊരു ഹറാം അവർ വാങ്ങിച്ച് ധരിക്കുന്നുവെങ്കിൽ ആ തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാർ നമ്മളാണ്. ദയ്യൂസുകളായി നിങ്ങൾ മാറല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെയാ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാൻ പ്രവാചക മാതൃകയാണ്. ഇനി രഹസ്യ ഹദീസുകളൊക്കെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നതിന് കുടുംബജീവിതത്തിന്റെ മനോഹാരിതയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഉംറക്ക് വരുന്ന ആൾക്കാരൊക്കെ പറയലുണ്ട്, മദ്ഹബ് മാറിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഷാഫി മാറിയിട്ട് ആരാവുക? ഹനഫിയാവുക. എന്തിനാണെന്നറിയോ? ഷാഫി മദ്ഹബിൽ ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. കാരണം അന്യ സ്ത്രീനെ തൊട്ട പുരുഷനെ തൊട്ട് അപ്പം എന്ത് ചെയ്യും? ഒളുമുറി. അവന് മത്താഫിക്കെത്തിയാൽ ഒളുമുറിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഒളുണ്ടാക്കി പോയി. അവസാനം തവാഫുൽ വിദാ കഴിഞ്ഞ് ഹജ്ജുമാര് നാട്ടിക്ക് ഫ്ലൈറ്റ് കയറിയാൽ ഓൻ്റെ കുദൂമിന്റെ തവാഫ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇതിങ്ങനെ മുറിയലും എടുക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മദ്ഹബ് മാറുക. എന്നാൽ ബാക്കി കാര്യങ്ങളിലൊന്നും മാറ്റം ഉണ്ടാവില്ല. അതായത് ഓരോ മദ്ഹബിൻ്റെയും ഉസൂലുകൾ വ്യത്യാസമാണ്. നമ്മൾ സാധാരണ നമ്മളൊക്കെ പഠിച്ച ഫർദ്, സുന്നത്ത്, ഹറാമ്, ഹലാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കണ പോലെ ഹനഫി മദ്ഹബിൽ വാജിബും ഫർദും രണ്ടാണ്. നമുക്ക് ഷാഫി മദ്ഹബുകാർ നോക്കുമ്പോൾ വാജിബും ഫർദും ഒന്നാണ്. അങ്ങനെയൊക്കെയാണ് പോക്ക്. അതുപോലെ കൈകെട്ടിയാൽ സന ആണ് ഹനഫി. അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഹനഫി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇസ്ലാമിൽ ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാം, കുടുംബജീവിതത്തിന്റെ വലിയൊരു മനോഹാരിത ഉണ്ട് അതില്ലേ, അല്ലേ? നമ്മുടെ നാട്ടിലും ആര്യഭാജിന്റെ ഭർത്താവ് ചോദിക്കുകയാണ് ഭാര്യയോടുള്ള സുലൈമാനി, ഇപ്പോൾ നായക്കുട്ടിക്ക് വെള്ളം വെച്ച് കൊടുക്കണ പോലെ ഭാര്യ കട്ടൻ ചായ കൊടുക്കുക. കാരണം മൂപ്പരെങ്ങാനത് വാങ്ങുമ്പോൾ തൊട്ടാ പിന്നെ നിസ്കാര കുപ്പായൊക്കെ അയച്ചിട്ട് രണ്ടാമത് എന്ത് ചെയ്യണം? ഓത് കൊടുക്കണം, അല്ലേ? നേരെ മറിച്ച് നമ്മളവിടെ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് മുറിയില്ല എന്ന് പറയാൻ പ്രവാചകന്റെ ഹദീസുകളാണ്. ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അസ്വാജി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഭാര്യമാരെ ചുംബിക്കുന്നു. പിന്നെ നേരെ പോയിട്ട് റസൂൽ നിസ്കരിച്ചു. വലം യതവല്ല, അള്ളാന്റെ റസൂൽ വുളു എടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? വികാരത്തോടെ ചുംബിച്ചാൽ എന്ത് ചെയ്യും? ഒന്നുമുറി, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒതെടുത്ത് റസൂൽ അങ്ങനെ പോകുമ്പോൾ ചുമ്മാ ഒരു ചുംബനം കൊടുത്തങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിന്റെ മനോഹാരിതയാണ്. കുടുംബത്തിന് റസൂലുള്ള തന്റെ ഭാര്യമാരുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളൊന്നാലോചിച്ച്, കല്യാണം കഴിഞ്ഞ് ഉടനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ അതില്ല. അവിടെയാണ് ഈ കാമുകൻ ഇടയിൽ കയറണതേ. ഇതൊക്കെ പഞ്ചാര വർത്താനങ്ങൾ, ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച എന്തിനാണ്? നിങ്ങൾക്കിടയിൽ മധ്യവർത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ മധ്യവർത്തിയും? അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞ പഞ്ചാര വർത്താനാണ്. മനസ്സിലാവുണ്ടോ? അതൊക്കെ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ പ്രവാചകൻ എവിടെ വെള്ളം കുടിച്ചു അവിടെ ആയിഷ ബീവി ചുണ്ട് വെച്ച് വെള്ളം കുടിച്ചിരുന്നു എന്നാണ്. അള്ളാന്റെ റസൂല് കടിച്ച ഭാഗത്ത് കടിച്ചിരുന്ന ഭാര്യമാരുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മക്കളെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലേ, ടിഫിൻ ബോക്സ് നിന്ന് സ്കൂളിൽ നിന്ന് അവരും കൊടുക്കും, അത് വേറെ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലൊക്കെ കുടുംബത്തിന്റെ സമയം, അവർക്കുള്ള മനോഹാരിത, ഇതൊക്കെ എന്തെന്നറിയോ? കുടുംബത്തോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാണ്, സ്നേഹത്തെ ഊഷ്മളമാക്കാനാണ്. അവിടെ മറ്റൊരു സ്പേസ് ഇല്ല പ്രിയമുള്ളവരെ. ഇനി നമ്മൾ ആലോചിക്കുക, ഈ ലെവല്, ഇത് ഞാൻ പറഞ്ഞത് വളരെ ഷോർട്ടാണ്. ഈ ലെവൽ, അതായത് കടമ നിർവഹിക്കുന്നിടത്തെ കുറച്ച് മേഖല പറഞ്ഞു, കുടുംബത്തിന്റെ മനോഹാരിത പറഞ്ഞു, അവർക്കുള്ള സമയം പറഞ്ഞു. ഇതിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കണം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യമാരുടെ കടമ. അള്ളാന്റെ മുത്ത് റസൂല് പറയാണ്, അദ്ദുനിയാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്സാലിഹാ. ഈ ലോകം മൊത്തം നിങ്ങൾക്കുള്ള വിഭവങ്ങളാണ്. കിട്ടാവുന്ന വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സ്വാലിഹത്തായ ഭാര്യയാണ്. ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ ഭാര്യയാണെന്നാണ്, അല്ലേ? അതായത് തൻ്റെ ഒരു ഭാര്യ മനസ്സിൽ ഇടം പിടിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ നാട്ടിൽ വന്നപ്പോഴേ, ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കയറാണ്. നമ്മൾ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ചു ഒരുത്തനാണ്. അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വന്നപ്പോഴാണ് വീട്ടിലുള്ളതിനെ എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ തോന്നണെന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ അമ്മോശം ബാക്കിൽ നിൽക്കുന്നുണ്ടോ കണ്ടിട്ടില്ല, ഭാര്യയുടെ വാപ്പ നേരെ പുറകെ നിൽക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞെന്താണെന്നറിയോ? ജീവിതത്തിൽ നമുക്ക് തോന്നാണ് സൗന്ദര്യമാണോ ജീവിതത്തിൻ്റെ മനോഹാരിത? സൗന്ദര്യത്തിന് പ്രസക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇഷ്ടപ്പെടുന്നോളെ കണ്ട് തൃപ്തിപ്പെട്ട കല്യാണം. അലി റളിയല്ലാഹു ഫാത്തിമ ബീവിനെ വിവാഹം അന്വേഷിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലി, എൻ്റെ മകൾ ഫാത്തിമേനൊന്ന് പെണ്ണ് കാണണം. റസൂലെ, കുട്ടിക്കാലം മുതൽ ഫാത്തിമേനെ അറിയാം, പെണ്ണ് കാണണോ? വിവാഹം കഴിക്കണമെന്ന ലക്ഷ്യത്തോടെ എൻ്റെ മകളെ പെണ്ണ് കാണണം. ഇത് നമ്മളതിൻ്റെ ക്വാളിറ്റി ഒന്നും മനസ്സിലാക്കണില്ല. മഹചരിതമാല എന്ന് പറഞ്ഞ ഹൈന്ദവ സമുദായം ആദരവോടുകൂടെ കാണുന്ന ആ മാലയിൽ പറയാൻ, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല വിവാഹം
മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ വിവാഹമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പെണ്ണ് കാണാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ? സൗന്ദര്യത്തിന് തുടക്കത്തിൽ പ്രസക്തിയുണ്ട്. പിന്നെ ജീവിതത്തിന്റെ, കാരണം അവനവനെ തൃപ്തിപ്പെട്ട ഒരാളെയാണ് എന്ത് ചെയ്യേണ്ടത്? വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ പിന്നീട് ജീവിതമാണ് സൗന്ദര്യം കൊടുക്കുന്നത്. കണ്ടോ, അവിടെ നമുക്ക് നമ്മളുടെ ഇണക്ക് മുകളിൽ ഒരു സൗന്ദര്യം ഇല്ല എന്നുള്ളതാണ്. ഇല്ല, അതിന് മുകളിൽ ഒരു സൗന്ദര്യം കാണാൻ പറ്റൂല നമുക്ക്. അതെന്തുകൊണ്ടെന്നറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി ആരായിരിക്കും? ഭാര്യ. പണ്ട് മാപ്പിളപ്പാട്ടില് അന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി, ഇന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരിയും. ബാക്കി പറയണതൊക്കെ സെക്സാണ്, അതൊന്നും പാടാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ എസ് എ ജമീലിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത്. ആ വരിയിൽ പക്ഷെ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ അന്നും ഇന്നും എന്നും എനിക്ക് സുന്ദരി ആരാണ്? എൻ്റെ ഭാര്യ. അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പറയുന്ന രൂപത്തിൽ ഒരു ഭാര്യമാരായി മാറാനാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞതെന്നറിയോ? ഇദാ നളർത ഇലൈഹാ സറത്ക, അവളിലേക്ക് നോക്കുമ്പോ നിനക്ക് സന്തോഷം നൽകുന്നവളാണ് സാലിഹത്തായ ഭാര്യ. നോക്കുമ്പോൾ സന്തോഷം കൊടുക്കുന്നവളാണ് സാലിഹത്തായ ഭാര്യ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവിന് തട്ടത്തിൻ്റെ തലപ്പ് കൊണ്ട് നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന സാലിഹത്തായ ഭാര്യ. അതായത് അതിന് മലയാളത്തിൽ ഒന്ന് പരിണമിച്ചു പറഞ്ഞാൽ പരിഗണന കൊടുക്കുന്നവളാണ് സാലിഹത്തായ ഭാര്യ. ഈ പരിഗണന മക്കൾക്കിടയിലും കുടുംബത്തിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിച്ചൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴേ സന്തോഷത്തോടെ സ്വീകരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഭർത്താവ് വന്നിട്ട് പറയാൻ ഇന്ന് ഫിനാൻഷ്യലി ആകെ പ്രശ്നമാണ്, 2 ട്രാഫിക് ഫൈനും കിട്ടിയിട്ടുണ്ട്, നല്ല സുഖം ഉണ്ടാവില്ല എന്ന് വീട്ടിലേക്ക് വരാൻ അല്ലേ? എല്ലാ പ്രശ്നമായിട്ട് ഇതിങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഭാര്യ പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ആ ഭാര്യയോട് എന്തൊരു മഹബത്ത് ഉണ്ടാവുക. നേരെ മറിച്ച് ഭാര്യ പറയാം ഒന്നും സാരല്ല, നിങ്ങളെ ബാഗ് തരി, കുടിക്കാൻ എന്തെടുക്കണ്ടേ. ഭാര്യയ്ക്ക് കൂടെ ജീവിച്ച ഭാര്യക്കറിയാം ഭർത്താവിന് ഇഷ്ടം സുലൈമാനിയാണ്, ഭാര്യയ്ക്ക് ഇഷ്ടം ലെമനാണ്, ലൈം ടീ ആണ് എന്നറിയണ ഭാര്യ. എന്നാൽ ആ ചോദ്യം അതൊരു സ്നേഹം ഉണ്ടാക്കലാണ്. എന്നിട്ട് അതൊക്കെ പറഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാലോ എന്ന് പറയുമ്പോൾ ഏത് വിഷമം തുറന്നു പറയാനുള്ള ഒരു മനസ്സവിടെ ഉണ്ടാവും, ആ ഭാര്യ എടുക്കലുണ്ടാവും. ആ പരിഗണനയാണ്. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിൽ ആലോചിച്ചൊക്കെ, മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മ നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്ത് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ മക്കൾക്ക് ഉമ്മാനോട് അറ്റാച്ച്മെന്റ് കൂടെ. നേരെ മറിച്ച് അവനിങ്ങനെ കോളിംഗ് ബെല്ലടിച്ച് അവൻ കയറി വന്ന ബാഗ് ഒരുത്തിൽ വലിച്ചെറിഞ്ഞ് അതിനേക്കാൾ മാതാപിതാക്കളോട് മക്കൾ വരുന്നവർ പരിഗണിക്കുമ്പോഴാണ്, ഭർത്താവിനെ പരിഗണിക്കുമ്പോഴാണ് സ്നേഹം കൂടുന്നത്. എങ്ങനെയെന്നറിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് രാത്രി 9 മണിക്ക് റൂമിലെത്തേണ്ട ആള് അന്ന് കുറച്ച് വൈക ഓവർ ഡ്യൂട്ടി ഉണ്ട്, ഭർത്താവ് ഭാര്യയോട് പറയാണ് ഞാൻ വരാൻ കുറച്ച് വൈകും, നീ കിടന്നോ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 11 മണിക്ക് അയാള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ 11-11:30 വരുമ്പോൾ അദ്ദേഹം കാണാണ് ഉറങ്ങിക്കോളാൻ പറഞ്ഞ ഭാര്യ പോലും സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങണ ഒരു അവസ്ഥ കണ്ടാലേ, തനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടാൽ, പിന്നീട് ഒരു ഓവർ ഡ്യൂട്ടി വരുന്ന സമയത്ത്, നിങ്ങളുടെ ആലോചിച്ച് ഓവർ ടൈം ഡ്യൂട്ടി വരുന്ന സമയത്ത് 9:30 ആകുമ്പോഴത്തേനും കോഴീനെ കൂട്ടിലിട്ട പോലെ അവൻ കിടന്നിങ്ങനെ. കാരണം എന്താ? എനിക്ക് വേണ്ടി ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഉറങ്ങാൻ പറഞ്ഞാൽ അവർ ഉറങ്ങില്ലല്ലോ എന്നൊരു വേദന നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആ പരിഗണനയുള്ളിടത്താണ്. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവിടെ പല ഹോട്ടലുകളുണ്ടാവും നമ്മുടെ മുമ്പിൽ. ഒരു ഡെയിലി ഫ്രഷ് ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുണ്ട്, 2 ദിവസം പഴകിയ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ആലോചിച്ചൊക്കെ ഈ ഡെയിലി ഫ്രഷ് ഫുഡ് കൊടുക്കുന്ന ഹോട്ടലിൽ കാറ് കൊടുന്ന് നിർത്തിയാലേ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവസാനം നമ്മളിങ്ങനെ വെയിറ്റർ ഇങ്ങനെ വിളിക്കുകയാണ്. അയാൾ വന്നിട്ട് എന്താ വേണ്ടത്, എന്നിട്ട് അയാൾ ഒന്ന് അങ്ങോട്ട് പോയി, പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ആ സാധനം ഇവിടെ ഇല്ലല്ലോ, തീർന്നു പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ ഇരുത്തി ഇങ്ങനെ ബോറടിപ്പിച്ച് അവസാനം ഫുഡൊക്കെ ഫ്രഷാണ്, ഫുഡ് കൊണ്ടുവന്ന് അല്ലേ. നേരെ മറിച്ച് 2 ദിവസം പഴകിയ ഫുഡ് കൊടുക്കണ ഹോട്ടലിൽ നമ്മൾ കാറ് കൊണ്ടുവരുമ്പോഴത്തേന് പാർക്ക് ചെയ്യാൻ ഒരാൾ നിങ്ങൾ എത്ര പേരുണ്ട് ചോദിച്ചു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. ആ പൂവൻകോഴിയുടെ തൊപ്പിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വെൽക്കം ചെയ്ത് സ്വീകരിച്ച് നമ്മുടെ ഒരു ഭാഗത്തിരുത്തി ആ വെള്ളം പൊട്ടിച്ചെന്ന് നമ്മളെ നന്നായിട്ട് പരിഗണിച്ച് പോരുമ്പോൾ നമ്മളൊരു ടിപ്പും കൊടുത്ത് പിന്നെ നമ്മൾ പോകണ ഏത് ഹോട്ടലിലിരിക്കും, നമ്മളെ പരിഗണിച്ച ഹോട്ടലിൽ നമ്മൾ പോവുക. നമുക്കറിയാം നല്ല ഫുഡ് അവിടെയാണെങ്കിലും ഇങ്ങടെ പോവുക. കാരണം നമുക്ക് കിട്ടിയ പരിഗണനയാണ് നമ്മളുടെ ഹൃദയത്തെ പിടിച്ചു വലിച്ചത്. എങ്കിൽ കുടുംബ ജീവിതത്തിലെ പരിഗണന ആ ഭർത്താവിന് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാക്കും. അപ്പോൾ നോക്കുമ്പോൾ സന്തോഷം കൊടുക്കുന്നവളാണ്. ഹിറാ ഗുഹരത്തിന്റെ മുഖരങ്ങളിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണമാകുമ്പോ
സമ്മിലൂനി യാ ഖദീജ വദസ്സിറൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിതാ എന്ന് പറഞ്ഞ പ്രവാചകൻ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബിനെ സ്വീകരിച്ച് പരിഗണിച്ച ഖദീജ ബീവിയാണ്. അള്ളാന്റെ റസൂല് കന്യകയായ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ ജീവിക്കുമ്പോഴും ആ ഭാര്യമാർക്കൊക്കെ അസൂയ തോന്നുമാറ് ഖദീജ റളിയല്ലാഹു അൻഹയോട് മഹബ്ബത്ത് പ്രകടമായത് ഖദീജ ബീവി കൊടുത്ത പരിഗണനയാണ്. അതുകൊണ്ട് നോക്കുമ്പോൾ സന്തോഷം കൊടുക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. രണ്ടാമത്തെ പോയിന്റ് എന്തെന്നറിയോ? വൈദ അമർതഹ അതഅതക, അവളോട് നീ കൽപ്പിക്കുമ്പോൾ നിന്നെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണ ഏതൊരു ഭാര്യമാരും വിചാരിക്കണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ അവരുടെ വാപ്പി ഉമ്മയൊക്കെ കഴിഞ്ഞിട്ടാണ് ആർക്ക് സ്ഥാനമുള്ളൂ? ഭർത്താവിനുള്ളോന്നാണ്. പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ ജീവിതത്തിൽ അനുസരിക്കാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ്? ഹഖുല്ലി സൗജിഹ, അവളുടെ ഭർത്താവിനോടാണ് കടമയുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഭാര്യമാർക്ക് പരിഗണന കൊടുക്കുക, ഭാര്യ ഭർത്താവിന് പരിഗണന കൊടുക്കുക. തൻ്റെ മക്കളുടെ ഉമ്മയായതുകൊണ്ട് അവരോടുള്ള ആ ഇക്റാം അവർക്ക് കൊടുക്കുക. തൻ്റെ ഭർത്താവിനോട് അനുസരണ ഭാര്യ കൊടുക്കുക. എത്ര മനോഹരമുണ്ട് ആ ജീവിതം എന്ന് ആലോചിച്ച് നോക്കി. തൻ്റെ ഭർത്താവിനെ അനുസരിക്കാൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയാണ്, ഒരു പെണ്ണിന്റെ നമസ്കാരം കൃത്യമാണ്, അവളുടെ നോമ്പ് കൃത്യമാണ്, അവരുടെ ഭർത്താവിനെ അനുസരിക്കുക കൂടെ ചെയ്തു പോയാൽ, അവരുടെ സദാചാര മേഖലയിലൂടെ ശുദ്ധി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുമ്പോ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ആ പെണ്ണിന് അല്ലാഹു അനുമതി കൊടുക്കുമെന്നാണ്. തന്റെ ഭർത്താവിനെ അനുസരിക്കണ പെണ്ണിന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിനുള്ള വഴിയാണ് അല്ലാഹു തആല വെച്ചു തന്നിട്ടുള്ളത്. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യക്കാണ്. മുആദ് റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തപ്പോൾ അള്ളാന്റെ മുത്ത് റസൂൽ ചോദിച്ചു, മുആദ് എന്താ ഈ കാണിക്കുന്നത്? റസൂൽ യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളായ ആളുകളൊക്കെ അവരുടെ പുരോഹിതന്മാർക്ക് മുമ്പിൽ തലകുനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അവരെക്കാളും വലുത് അങ്ങല്ലേന്ന അള്ളാന്റെ മുത്ത് റസൂൽ പറഞ്ഞു, മുആദേ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും സുജൂദ് പാടില്ല. ഒരു പുണ്യ പുരുഷന്റെ മുമ്പിലോ വലിയന്റെ മുമ്പിലോ മക്ബറയുടെ മുമ്പിലോ ജാറത്തിന്റെ മുമ്പിലോ ഒരു മഹാന്റെ മുമ്പിലോ ഇല്ല. എന്തിനേറെ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ഉണ്ടായിരുന്ന അഭിസംബോധന ചെയ്യാൻ തല കുനിക്കുന്ന പ്രവണത പോലും ഈ ഉമ്മത്തിൽ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര. എന്നാൽ അടുത്ത പോയിന്റാണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ അനുമതി കൊടുക്കുമായിരുന്നുവെങ്കിൽ കൊടുത്തിട്ടില്ല. ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യക്ക് അല്ലാഹ് അനുമതി കൊടുക്കുമായിരുന്നു എന്നാ. അപ്പൊ എത്ര വലിയ സ്ഥാനം കുടുംബജീവിതത്തിലെ അല്ലാഹു തആല ഭർത്താക്കന്മാർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. അവരെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് റസൂലുള്ള പറഞ്ഞു, നീ അവളെ വിട്ട് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നാൽ, നാട് വിട്ട് താമസിക്കേണ്ടി വന്നാൽ, നിന്റെ സമ്പത്തിനെ, നിന്റെ മക്കളെ, അവളുടെ ശരീരത്തെ നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുന്നവളാണ് സ്വാലിഹത്തായ. ഭർത്താവിന്റെ അഭാവത്തിൽ അവന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ സമ്പത്തിനെ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നറിയോ? കുടുംബജീവിതത്തിൽ ചെലവഴിക്കേണ്ടത് ആരാണ്? ചെലവഴിക്കണ്ടേ? ആരാണ്? ഭർത്താക്കന്മാരാണ്. ഭാര്യ സമ്പാദിക്കണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കാതെ തന്നെ ഇവിടുന്ന് പോകരുത് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ വസ്വാസാവും, ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ തിരിയും. അപ്പോൾ ഭാര്യ സമ്പാദിക്കണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? നിയമമില്ല. പക്ഷേ ഭാര്യക്ക് ജോലി ചെയ്യാൻ ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. അവകാശം കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെലവഴിക്കേണ്ടത് ആരാണ്? ഭർത്താക്കന്മാരാണ്. പിന്നെ നിങ്ങളോടൊന്ന് പറയട്ടെ, നമ്മളുടെ എവിടെയാണ് ഈ പ്രശ്നം വരണമെന്നറിയോ? ഒരു നിക്കാഹോട് കൂടെ 2 കുടുംബത്തിലെ ആളുകൾ എന്തായി മാറി? ഒന്നായി മാറി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളിൽ ഒന്നായ മജീദിനോട് ഒന്നും ചേർന്നാൽ എത്രയാണെന്ന ചോദ്യത്തിന് ഇമ്മണി വലിയ ഒന്നൊരു മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്താണ്? അതാണ് സിവാജ്. വിവാഹത്തിന് നമ്മൾ പറയുന്ന പദം എന്താ? സിവാജാൻ. കൂടിക്കലർന്ന് ഒന്നായത്. വ്യത്യസ്ത വർണ്ണത്തിലുള്ള ചുയിങ്കം ഒരൽപ്പനേരം വായിൽ വെച്ച് ചവച്ച് പുറത്തെടുക്കുമ്പോൾ അതൊന്നായി തീരുന്നത് പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പൈസ നിന്റെ പൈസ ഇല്ലല്ലോ, നമ്മുടെ പണം.
നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, അങ്ങനെ രണ്ട് വാപ്പയും രണ്ടുമ്മയും എല്ലാം നമ്മളായി മാറുന്ന, ഒന്നായി മാറുന്ന ഒരു പ്രവണത. പക്ഷെ ചെലവഴിക്കേണ്ട അധികാരം ആർക്കാണ്? പുരുഷന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമ്പത്ത്, ഭർത്താവിന്റെ സമ്പത്തിനെ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഒരുപക്ഷെ ബാച്ചലേഴ്സ് ആയിട്ട് ജീവിക്കണവരൊക്കെ ഉണ്ടാവാം, നാട്ടിലേക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആലോചിച്ചൊക്കെ ആ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണത്തിന് സൂക്ഷ്മത പാലിക്കുന്നത് സ്വാലിഹത്തായ ഭാര്യയാണെന്നുള്ളതാണ്. നമ്മളത് അറിയേണ്ടത് എവിടെ നിന്നറിയോ? ആദം സന്തതികളുടെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ ആഖിറത്തിൽ അല്ലാഹു തആല അനുവാദം കൊടുക്കൂല. എപ്പോഴാണ് അനുവാദം കൊടുക്കൂല? എന്തിനുണ്ട്? അവരുടെ ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ഒഴിവ് സമയങ്ങളും അവരുടെ സമ്പത്തും എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിനാണത് ചെലവഴിച്ചത് എന്ന് കണക്ക് പറയാതെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ അള്ളാഹ് അനുവാദം നൽകി. ₹1 ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് ബോധിപ്പിക്കാതെ അള്ളാഹു തആല അവസരം കൊടുക്കൂല എന്ന്. അതുകൊണ്ട് ഭർത്താവിന്റെ സമ്പത്തിനെ നിങ്ങൾ ആലോചിച്ച്, ഈ പ്രവാസികളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണെന്നറിയോ? ഇവിടുന്ന് ഇങ്ങനെ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കുവൈത്തിൽ നിന്ന് ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരാൾ പറഞ്ഞാണ്, മാന്യമായ ശമ്പളമുണ്ട്, 19 കൊല്ലമായി ജോലിയാണ്, സ്വന്തമായിട്ടൊരു ഭൂമി മേടിക്കാനും പറ്റിയിട്ടില്ല, ഒരു തറയിടാനും പറ്റിയില്ല, എന്ന് നാട്ടിൽ പോയാലും തിരിച്ചു വരുമ്പോൾ കടം വാങ്ങിയിട്ടാ വരലേന്ന്. അതുകൊണ്ട് എൻ്റെ ഭാര്യ സാലിഹത്താവങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഇതെനിക്ക് മനസ്സിലാവുണ്ടോ? അതായത് എൻ്റെ ഭർത്താവും ഗൾഫുകാരനാണ് എന്ന ചിന്താഗതി വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇതിലെ അപകടം ആരുടെ കയ്യിലാണെന്നറിയോ? പ്രവാസികളെ, നമ്മളുടെ കയ്യിലാണ്. നമ്മളൊരു ബുദ്ധിമുട്ടും പറയില്ല. ഞാൻ പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, അവർ മാന്യമായിട്ട് ജീവിക്കട്ടെ, അതൊരു ശരിയല്ല. നമ്മളവരെ പ്രയാസപ്പെടുത്തലല്ല, നമ്മൾ അവർക്ക് മാന്യമായത് കൊടുക്കണം. പക്ഷേ നമ്മൾ അവരോട് അറിയിക്കണം, ഇന്നതാണ് എന്ന് പറയേണ്ട കമ്മ്യൂണിക്കേഷനിൽ ഒരു തകരാറില്ലാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയോ? സ്വാഭാവികമായിട്ടും ഗൾഫുകാരനാണ്, ഈ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും അവരറിഞ്ഞോളണമെന്നില്ല. നമ്മൾ ആലോചിച്ചൊക്കെ 14 മണിക്കൂറും 16 മണിക്കൂറും പെടാപാടുപെട്ട് അധ്വാനിക്കുന്ന സൂപ്പർ മാർക്കറ്റിലെ സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉറക്കം മതിയാവാതെ വെള്ളം തലക്കൊഴിച്ച് എണിച്ച് ഓടുന്ന ആളുകളുണ്ട്. നമ്മുടെ ജിദ്ദയിൽ ഒരു സുഹൃത്തിന്റെ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്തെന്നറിയോ? അദ്ദേഹം പറയാ, ഷോപ്പിലേക്ക് പോയി 20 മിനിറ്റ് ബാക്കിയുണ്ട്, അപ്പൊ നാട്ടിക്കൊന്ന് വിളിച്ചതാണ്. ഭാര്യയുടെ ഉമ്മാടി പ്രശ്നം വന്നിട്ട് ആകെ തല ഹാങ് ഓവറായി, നേരെ ഷോപ്പിൽ പോയി. ബലദിയക്കാർ വന്ന് അവരോട് ചൂടായി. 2000 ഫൈന് കിട്ടിയെന്ന്, റിയാല്. അയാളുടെ സ്വന്തം കടയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തപ്പോ ഇവിടെ സംഭവിക്കണത്? അവനാ ഹാങ് ഓവറായി, ഭാര്യയോട് തല്ലൂടി, വലതിയക്കാർ വന്നു, അവരോടും പ്രശ്നം ഉണ്ടാക്കി. മാന്യമായിട്ട് തീർക്കാവുന്ന പ്രശ്നം മാന്യമായി സംസാരിക്കാൻ കഴിയുന്നിടത്ത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മൾ നൊമ്പരപ്പെടുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണില്ല? ആരോടും പറയണില്ല. ഒരു ഗൾഫുകാരൻ്റെ നൊമ്പരം എനിക്കൊരു പക്ഷെ ഒന്നും കൂടെ ടച്ചിങ് ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം എന്തെന്നറിയോ? ഞാനത് നിങ്ങളോട് ഇങ്ങനെ തുറന്ന് പറയണത് വെച്ചാൽ, നമ്മൾ അനുഭവിക്കും, നമ്മൾ ആരോടും പറയും. നമ്മുടെ മക്കൾ വഴിതെറ്റണത്തെ ഒരു കാര്യം, മക്കൾ പറയാം, വാപ്പ ഒരു പെൻസിൽ വേണം, നമ്മൾ എന്താ ചെയ്യുക? ഒരു പെട്ടി പെൻസിലൻ, ഒരു ബുക്ക് വേണം, ഒരു കെട്ട് പുസ്തകം. എൻ്റെ മക്കൾക്കൊന്നും അറിയരുത്, നമ്മളൊക്കെ കൊടുത്ത് അവർക്ക് അവസാനം ഒരു നോ എന്ന വാക്ക് നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോകുന്നത് പലപ്പോഴും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കയ്യിലിരിപ്പിന്റെ ഭാഗമാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് കുറച്ചൊക്കെ എന്ത് ചെയ്യണം? അറിയിച്ചു കൊടുക്കേണ്ടുന്നതിന് അറിയിച്ചു കൊടുക്കണം. പണം കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നെന്ന് പറയണം. പണ്ട് നമ്മൾ തമാശക്ക് പറയലുണ്ട്, ഇവിടുന്ന് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പൈസ കൊടുക്കും, ഭാര്യ അത് വയലിന് കൊണ്ടിട്ട് സംഭാവനയും കൊടുക്കും, എന്നിട്ട് ഇവൻ ഇവിടെ അധ്വാനിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആയിട്ട് നാട്ടിൽ പോയാൽ മതി. മൊയ്ലേര് പറയും, മൂപ്പർക്ക് ആ ജോലി ഇങ്ങനെ തുടർത്തി കൊടുക്കണേ അല്ലാന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. രണ്ട് പ്രാർത്ഥനകളുടെ വൈരുദ്ധ്യങ്ങൾ. നമ്മൾ പൈസ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ എന്നെ കടിക്കണ പാമ്പിനെ മേടിക്കണ പോലെ ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്, നമ്മുടെ ജോലിയുടെ ത്യാഗം എന്താ? ഇപ്പോഴത്തെ ഗൾഫുകാരില്ല, മുമ്പ് വീഡിയോ കോൾ ഇല്ലാത്ത നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്തെ ചില താത്താര് കത്ത് തരും പോസ്റ്റ് ചെയ്യാൻ, 15 ഉറുപ്പ്യം തരും. ഈ 15 ഉറുപ്പ്യക്ക് സ്റ്റാമ്പ് മേടിച്ച് നമ്മൾ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒട്ടിച്ചു വേണത് അവിടെ പോസ്റ്റ് ചെയ്യാൻ. ഈ കത്ത് ഇവിടെ എത്തിയിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചൊരു ലെറ്റർ 10-15 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുക. പിന്നെ ചെയ്യാൻ അടുത്ത പരിപാടി എന്താ? ടാപ്പ് റെക്കോർഡറിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ആരും കാണാതെ കേൾക്കുക. ഇതിങ്ങനെ പൊന്നു പോലെ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ജീവിതം ഉണ്ടെന്ന് പറയാം. ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ എൻ്റെ
വാപ്പാനെ ഞാൻ കണ്ടിട്ടില്ല, ഹയാത്തിൽ കണ്ടിട്ടില്ല. ഒരു ചെറിയൊരു മിന്നിമായൽ അദ്ദേഹം ഒമാനിൽ നിന്ന് മരണപ്പെടുന്ന മയ്യത്ത് വന്നിട്ട് ആ പെട്ടി ഇങ്ങനെ കണ്ടൊരു ധാരണ മാത്രം മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ പേരിൽ ഒരു നൊമ്പരം എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ വിഷയം. നമ്മൾ ഈ സാധാരണ നാട്ടിൽ ഈ എത്തിയും കുട്ടികൾ വന്നിട്ട് അവർ ഏറ്റവും വലിയ കുരുത്തക്കേടുണ്ടാക്കുക നാട്ടുകാരാണ്. കാരണം പാവല്ലേ സിമ്പതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു നൊമ്പരും അള്ളാൻ്റെ തൗഫീക്കിൽ നമ്മൾ അറിയാതെയാണ് വളർന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ഒരു 3 കൊല്ലം മുമ്പ്, നമ്മളുടെ കൊറോണയുടെ മുമ്പ്, ആദ്യത്തെ പ്രളയം കഴിഞ്ഞിട്ടുള്ള റമദാനിൽ അലമാരൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വൃത്തിയാക്കുമ്പോഴാണ് എത്രയോ കാലങ്ങളായി. 91-ലാണ് അദ്ദേഹം മരിക്കണത്, 27 വയസ്സിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ ലെറ്ററുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ അന്ന് മുതൽ സൂക്ഷിക്കണ കത്തുകളാണ്. അപ്പം അതിൽ ഞാനിങ്ങനെ ഉമ്മ കാണാതെ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ, ജനുവരിയിൽ കമ്പനി തന്ന ലീവ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ക്യാൻസൽ ചെയ്തത് കൊണ്ട് പ്രതിഷേധിച്ച് 3 ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏപ്രിലിൽ നാട്ടിലെത്തും. ഇതാണ് ആ കത്തിലുള്ളത്. എന്തായാലും നാട്ടിൽ വരുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകി അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയണത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കത്തുകൾ ഇങ്ങനെ വരുന്നത് ഇവരിങ്ങനെ അലമാര വെച്ച് സൂക്ഷിച്ചു വെച്ച് കാത്തു വെച്ച് അങ്ങനത്തെ കാലങ്ങളിൽ നിന്നൊക്കെ മാറി. നമ്മളുടെ ഭാര്യ നാട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണിക്ക, പിന്നെ ഫോണായില്ലേ, ആഴ്ചയിലൊരു വെള്ളിയാഴ്ച കോളിൻ്റെ കാലം ഉണ്ടായിരുന്നു, പഴയ ആൾക്കാർക്ക് അറിയാം. പിന്നെ ഇന്ന് വീഡിയോ കോളായി, എല്ലാ സൗകര്യമായി. വാട്സപ്പിനെ എങ്ങനെ പൊട്ടിക്കാൻ VPN കണക്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ നമ്മൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ കണ്ടൊക്കെ സംസാരിക്കും. പക്ഷെ ഭാര്യ വിളിച്ചു വരയ്ക്കാം, മോൻ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ കാണാൻ വിധിയില്ലാതെ മാറത്ത് ഫോട്ടോ വെച്ച് കിടന്നുറങ്ങുന്നവരുണ്ട്. നമ്മുടെ പ്രഭാത ഭക്ഷണങ്ങൾ പലപ്പോഴും മാറ്റിവെച്ചു. നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്ന വെച്ചാൽ, ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാൽ ഭാര്യ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുക. കാരണം മൂപ്പര് കുബൂസ് എന്ന് ശീലിച്ചിട്ട് മൂപ്പർക്ക് എന്തേ പറ്റുള്ളൂ, ചപ്പാത്തിയെ പറ്റുള്ളൂ എന്ന്. നമ്മൾ ഗൾഫ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് അറിയണത്. കാരണം ടാക്സി ഇല്ലാണ്ട് കിട്ടുന്ന ഫുഡും ഈ പിന്നെ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ ഉച്ചക്ക് ഒരു നേരം ചോറുണ്ടാക്കിയ ബാക്കിയുള്ള ചോറിൻ്റെ വൈകുന്നേരം അടിയാണ്. എന്നിട്ടാണ് നാട്ടിൽ വരുമ്പോൾ മുമ്പ് കുബൂസ് എന്ന് ശീലിച്ചിട്ട് ചപ്പാത്തി കഴിക്കുള്ളൂ. അതൊക്കെ പണ്ടൊക്കെ വേകുമായിരുന്നു. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഈ ത്യാഗങ്ങളും എന്തുകൊണ്ട് നമ്മൾ പണം പിടിക്കുന്നു എന്നുള്ളതും. വല്ലാഹി നമ്മുടെ ജുബൈലിലെ അൽക്കഫ് അങ്കബൂത്തൊക്കെ ഉള്ള സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ മിക്കവും ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞു. അവസാനം KMCCയുടെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോണത്. പോണ സമയത്ത് ഇയാളൊരു മുസല്ല, ഒരു ബൊമ്മ, കളിക്കണ ഒരു ബൊമ്മയും സ്നിക്കേഴ്സിൻ്റെ ഒരു ബോക്സ് ചോക്ലേറ്റ് ഇട്ട് അവിടെ വന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇയാളോട് ചോദിച്ചു, പെട്ടിക്കെട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്താ? അപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്തെന്നറിയോ, നമ്മൾ മോനെ BTechന് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് പൈസയുടെ ചിലവ് വന്നു, ഒരു ലാപ്ടോപ്പ് അവന് വാങ്ങി. ഞാൻ അപ്പോൾ തൽക്കാലം എന്തായാലും ഒരു 3 മാസത്തേക്ക് ഇനി എന്തില്ല നാട്ടിക്കില്ല എന്നുള്ള. ഞാൻ പറഞ്ഞത് നിങ്ങൾ നൊമ്പരപ്പെടുന്നതിനല്ല, പക്ഷേ വാപ്പാൻ്റെ ലീവ് ക്യാൻസൽ ചെയ്തിട്ടാണ് മോൻക്ക് ആ ലാപ്ടോപ്പ് കൊടുക്കണേ. വാപ്പാൻ്റെ ലീവാണ് മോൻക്ക് ആ ശമ്പളം കൊടുത്തത്. വാപ്പയോട് ഒരു ഗണ വെയിലാണ് അല്ലേ. ഞാൻ ഇത്തവണ എൻ്റെ കൂടെ ഉംറക്ക് വന്നവരെ വെയിൽ സഹിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോൾ ചൂടാവണതേ, ഇവിടുന്ന് ഈ ചൂട് കൊണ്ടുണ്ടാക്കണ പൈസ ഇങ്ങനെ ദൂർത്തടിക്കണ കാണുമ്പോൾ അതിൻ്റെ വേദനയാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട. ഒരു ഭർത്താവിൻ്റെ സമ്പത്തിനെ അനാവശ്യമായി ചെലവഴിക്കാത്തവളാണ് സ്വാലിഹത്തായ ഭാര്യ. മക്കളെ പൊന്നുപോലെ നോക്കുന്നവളാണ്. അവരുടെ ശരീരത്തെ അവന് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുന്നവരാണ് സ്വാലിഹത്തായ ഭാര്യ എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയട്ടെ നിങ്ങളോട്, പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്ലാമിൻ്റെ തൃപ്തി ജീവിതത്തിൽ ഉണ്ടാവണം. ഞാനിവിടെ തൽക്കാലം, എനിക്കറിയാം സംസാരം പരിപൂർണ്ണമല്ല എന്നറിയാം, പക്ഷെ ഞാനിവിടെ അവസാനിപ്പിക്കും നിങ്ങളോട് പറയാനുള്ളത്, അള്ളാൻ്റെ റസൂല് നാളെ പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ട് കിട്ടാൻ നമ്മളോട് പറഞ്ഞെന്തെന്നറിയോ, വസൗജത്തും തുഈനു അലാ ഉമൂരിൽ ആഖിറ, പരലോക കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു എണ്ണ ഉണ്ടാവുക എന്ന ജീവിതത്തിൽ. അതെങ്ങനെയാണ്? റഹിമല്ലാഹു ലിറജുൽ, ഒരു ഭർത്താവിനുള്ള കരുണ ചെയ്യട്ടെ. തൻ്റെ ഭാര്യ രാവിലെ നിസ്കാരത്തിന് വിളിച്ചുണർത്ത, അവൾ എണീക്കണില്ല, അവരുടെ മുഖത്ത് വെള്ളം കുടഞ്ഞെണീപ്പിക്കുന്ന ഭർത്താവ്. ഭാര്യനെ വിളിച്ചപ്പോൾ ഭാര്യ എണീക്കുന്നില്ല, അവരുടെ മുഖത്ത് വെള്ളം കുടയുന്ന ഭർത്താവ്. അങ്ങനെ പരസ്പരം നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന, ആരാധനകൾക്ക് കൂടെ കൂട്ടുന്ന. നമ്മളൊക്കെ സാധാരണ ഓളെ അറിയിക്കാണ്ട് നമ്മൾ ജമാഅത്തിന് ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ നമ്മൾ വീടിന് തീ പിടിച്ചാൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പോവോ? അവൾ കത്തിക്കോട്ടെ, ഞാൻ പതുക്കെ കണ്ട് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യില്ല. ഉറക്കത്തുനിന്ന് വിളിക്കണം തീരുമാനിക്കില്ല. പ്രിയമുള്ളവരെ, പരലോകത്തിന് വേണ്ടി കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തആല നമുക്കതിൽ തൗഫീഖ് നൽകട്ടെ. ഓർക്കാമീൻ പറഞ്ഞില്ലേ, ചിലർ അമ്മ പിടിക്കും. കാരണം പണ്ട് പാതിരാവാതിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു തന്നെ 50 ഉറുപ്യ കൊണ്ടുപോയി കൊടുത്തു തരേ. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്ത് പറഞ്ഞു, ഇയാളെയും ഭാര്യനെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ. അപ്പോൾ ഇയാൾ 500 ഉറുപ്യ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു, അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഇവിടെ തന്നെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത്
നമ്മളാലോചിക്കണം, നിങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ബേജാറ് എന്താ വെച്ചാൽ ദുനിയാവിലെ പോലെ തന്നെ ആവും അവിടെ എന്നാ. നിങ്ങൾ വിഷമിക്കണ്ട, അന്ന് പ്രായം മാറൂല്ല സ്വർഗത്തിൽ. എന്നും എന്താണ് 33 വയസ്സാണ്, എന്നും സ്വർഗത്തിൽ 33 വയസ്സാണ്, മാറ്റമില്ല. പിന്നെ ഗ്ലാമർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും ഹണിമൂണാണ്. ഗ്ലാമറിൽ എന്തില്ല, മാറ്റം വരണില്ല. രോഗമില്ല, പ്രയാസമില്ല, ജീവിത സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രാരാബ്ദങ്ങളില്ല. പിന്നെന്തപ്പോൾ പ്രശ്നമുള്ളേ? അടിച്ചു പൊടിച്ച് ആഗ്രഹിക്കണതൊക്കെ ആഗ്രഹിക്കണ പോലെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മറ്റേ ഭാര്യ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴാണ് ഡബിൾ പ്രഷർ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടുവരിക. ഇവിടെ കച്ചവടത്തിൻ്റെ പ്രശ്നം ഒരുത്തിലുണ്ടാവും, സ്റ്റാഫിൻ്റെ പ്രശ്നം മറ്റേ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ഇടക്കാണ് ഭാര്യ കേവലം പിന്നെ 2 റിയാലിൻ്റെ പരിപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് തല ചൂടാവും. കാരണം ഇതിൻ്റെ ഇടയിലിപ്പോൾ പരിപ്പ് നമുക്ക് തോന്നാം, അവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പരിപ്പ് വേവ് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പരിഭവങ്ങളും ഇല്ലാത്ത ലോകമാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ പരസ്പരം ആക്ഷേപിക്കുന്ന, എൻ്റെ മോനെ നരകത്തിലിട്ടാലും വേണ്ടില്ല, എന്നെ ഒന്ന് രക്ഷിക്കോ അല്ല എന്ന് കേണപേക്ഷിക്കുന്ന, അങ്ങനത്തെ പരസ്പരം പഴിചാരുന്ന, ഓരോരുത്തരും ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന സാഹചര്യങ്ങളെ ഭാര്യയിൽ നിന്ന് പേടിച്ചോടുന്ന, മക്കളിൽ നിന്ന് പേടിച്ചോടുന്ന, മാതാപിതാക്കളിൽ നിന്ന് പേടിച്ചോടുന്ന സാഹചര്യങ്ങൾ കാത്തുരക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും, ഞാൻ പറഞ്ഞു ഭാര്യമാരെ, തൻ്റെ ഭർത്താക്കന്മാരോടുള്ള കടമ അങ്ങേയറ്റം നിർവഹിക്കുക. അതോടൊപ്പം പരലോകത്തിൻ്റെ ചിന്തയും ദീനും ഉണ്ടാവുക. ആരാധനകളോടൊപ്പം തന്നെ സ്വഹാബ വനിതകൾ പറഞ്ഞ പോലെ പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, ദാഹം ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ നരകത്തിൻ്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് പറയുന്നവരുടെ രീതി നമ്മളും ശീലിക്കണം. ഒരു ഹറാമ് സമ്പാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നവരായി ഒരു സഹോദരിമാരും മാറാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരുടെ തൃപ്തിയിലുണ്ടെങ്കിലേ അള്ളാൻ്റെ തൃപ്തി നമുക്കുള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കണം, അവരുടെ ത്യാഗമാണ് നമ്മളുടെ നൊമ്പരം, നമ്മുടെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആലോചിച്ച് അവരൊരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, ഒരുപാട് മീൻ പൊരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെന്ത് കഴിച്ചു നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയത്. നമ്മൾ കഴിക്കുമ്പോഴാണ് അവർക്ക് തൃപ്തി ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ ഉപാധികളില്ലാതെ സ്നേഹം വെച്ചത് അവർ മാത്രമാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കൊടുത്തതിൻ്റെ പേരിൽ സ്നേഹിക്കുക, തന്നതിൻ്റെ പേരിൽ സ്നേഹിക്കുക. നമ്മൾ അവർക്കൊന്നും കൊടുത്തിട്ടില്ല. ശരീരത്തിൻ്റെ ഒരു എല്ല് പൊട്ടുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ 22 എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന ഒരു പ്രസവത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഉമ്മ എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും അവർ നമ്മളോട് സ്നേഹം മാത്രമാണ്. അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു പോയാൽ ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനേക്കാളും പവറുണ്ട് ഉമ്മാൻ്റെ നോവുന്ന കണ്ണുനീരിന്. പക്ഷെ അവർ നമുക്കെതിരെ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ താഴേക്ക് സ്വത്തിന് വേണ്ടി ഉമ്മാനെ മകൻ തള്ളിയിടുമ്പോൾ താഴെ മീൻ പിടിക്കുന്നവർ ആ ഉമ്മാനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ പോലീസുകാർ മകനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പോലീസുകാർ കൈകൊണ്ട് അവരെ അടിക്കുന്ന സന്ദർഭത്തിലെ ആ ഉമ്മ പറഞ്ഞു, സാറേ അവൻ അടിക്കല്ല, അവൻ എൻ്റെ മോനാണ് എന്ന് പറഞ്ഞത് ഒരു ഉമ്മാൻ്റെ സ്നേഹമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ നമുക്കെതിരെ പറയണില്ല. നമ്മളുടെ ഭാര്യമാരൊന്നും അവർക്ക് എത്തൂല്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാൻ, നമ്മളൊരു പ്രോഗ്രാമിന് പോയ ഭാര്യ വിളിക്കും, നിങ്ങൾ അവിടെ എത്തിയോ ചോദിക്കും. പുറപ്പെടുന്ന നേരത്തെ വിളിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, പുറപ്പെട്ടോ, എപ്പോഴും എത്താൻ ചോദിക്കും. നമ്മൾ 3 മണി പറഞ്ഞാൽ 3 മണി ആയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അവർ വിളിക്കും, എത്തിയില്ലല്ലോ എന്ന് ചോദിക്കും. ഇതാണ് ഭാര്യയുടെ ഫോൺ കോൾ എങ്കിൽ ഉമ്മാൻ്റെ ഫോൺ കോൾ എങ്ങനെയാണെന്നറിയോ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ വീടിൻ്റെ അവിടെ ഒരു കാറ്റടിച്ചമ്മ വിളിക്കും, കാറ്റുണ്ടോ? മഴ പെയ്ത് അപ്പം വിളിക്കും, നോക്കി പറഞ്ഞോട്ടോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതിങ്ങളോട് പറയണത് ഒരു കീമോക്ക് സമാനമായ ധാത്രിയിലെ ഒരു ഭസ്മത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മക്കളെപ്പോലെ അകത്ത് മാറ്റാതെ ഒറ്റക്ക് അവരെ കിടത്തിയിട്ട് ഒരാഴ്ചയോളം നിന്ന സമയത്ത് ഫോൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവരെ ആയുർവേദത്തിൻ്റെ രീതിയാണ്. അമലയുടെ ആയുർവേദ ധാത്രി അവർ ഹാൻഡിൽ ചെയ്യണേ. അവിടെയൊന്നും ഈ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈരാറ്റുപേട്ടെന്ന് അന്ത്യപ്രവാചകൻ അന്ത്യനിമിഷങ്ങൾ വിഷയം അവതരിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് 9 തവണ അവിടുത്തെ നേഴ്സിൻ്റെ കണ്ടുപൊട്ടിച്ചിട്ട് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. 9 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ 8 തവണ ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ സാഹിബ് ജുറൈജ ഓർത്തത്. കാരണം എനിക്ക് പേടി, ഫോണിലൂടെ സംസാരിച്ച പല്ലുകുഴിയും മുടികുഴയും ഇതൊക്കെയാണ് അവരുടെ നിർദ്ദേശം. നമുക്കറിയില്ല, അള്ളാഹു ആലം. പക്ഷേ പിന്നെ ഞാൻ ഫോൺ എടുത്തു. ആകെ ഒന്നേ അറിയണ്ടുള്ളൂ, എവിടെ എത്തി, എപ്പോൾ വീട്ടിലെത്തും, ഭക്ഷണം കഴിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കേ, ഇങ്ങനെ സ്നേഹിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയില്ല, ഉമ്മാക്ക് മാത്രമേ കഴിയുള്ളൂ. ഉമ്മ ഇല്ലാത്തൊരു വീട്ടിലാണ്
അതിൻ്റെ നൊമ്പരം നമ്മൾ തിരിച്ചറിയുക. ഉമ്മ ഇല്ലാത്ത ഉണങ്ങിയ ഭവനല്ലേ, ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ ഓതി അടയാളം വെച്ചതും നമ്മളെ ഇരുത്തി നോവിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രവാസികളെ, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാട്ടിലേക്ക് ഫോൺ വിളിക്കും, ആദ്യം നമ്മൾ ആർക്കാ ഫോൺ കൊടുക്കല്? ആദ്യം ഇപ്പം മക്കളായിരിക്കും ഓടിച്ചാടി ഫോൺ എടുക്കുക. നമ്മൾ ആദ്യം കാര്യമായിട്ട് സംസാരിക്കുക നമ്മളെ ഭാര്യമാരോടാണ്. ഒരു പെരുന്നാളിന് ഫോൺ വിളിച്ചാലേ ഭാര്യ പറയും, നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ തന്ന പൈസ കൊണ്ട് മക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങി. അൽഹംദുലില്ലാ, ഭാര്യ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ പറയും. പിന്നെ നമ്മൾ ഫോൺ കൊടുക്കാൻ നമ്മുടെ മക്കൾ പറയും, ഉപ്പച്ചി ഞാൻ ചുരിദാർ എടുത്ത് ടോപ്പ് എടുത്ത്, മക്കൾ പറയും ജീൻസാണ്. അവരുടെ ആഹ്ലാദമൊക്കെ അവർ പ്രകടിപ്പിക്കും, നമ്മുടെ മനസ്സ് നിറയും. നമ്മളുടെ പെങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അവർ പറയും, അളിയൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാക്കാൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ സെറ്റപ്പാണ്, എല്ലാ സന്തോഷം. പറഞ്ഞ് അവസാനമാണ് ഉമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. അപ്പോൾ ഉമ്മ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, നീ എന്താടാ കഴിച്ചേ? അത് ചോദിക്കാൻ ഉമ്മാക്ക് തുല്യം ഉമ്മ മാത്രമാണ്. അത് വല്ലാത്തൊരു വികാരം. പിന്നെ നമ്മുടെ മനസ്സിൽ വാപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? കുറച്ചൊരു ഗൗരവക്കാരൻ. ഇപ്പം നമുക്ക് മനസ്സിലാവും, കാരണം ഇപ്പോൾ വാപ്പാൻ്റെ റോള് കുറച്ചിപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ലേബർ റൂമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വാപ്പ ആരാന്നുള്ള നൊമ്പരം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങണത് അപ്പോഴായിരിക്കും. പക്ഷെ നിങ്ങളാഴ്ച എത്ര കാർക്കശക്കാരനാണെങ്കിലും ചെറുപ്പക്കാരൊന്നും അറിയാത്തൊരു വാപ്പുണ്ട്. 11 മണിക്കും 12 മണിക്കും 1 മണിക്കും കടന്നു വരുന്ന മക്കളോട് ഏത് വാപ്പയാ കാർക്കശത്തോടു കൂടെ ഇല്ലാതെ പെരുമാറുക. പക്ഷേ ഉമ്മാനെയാണ് സോപ്പിടാൻ വേണ്ടി നമ്മൾ പലരും വിളിക്കുന്നത്, നേരം വേഗണ്ടിട്ടോ. പിന്നിലെ ഡോറ് തുറന്ന് ഉമ്മ മോനെ സ്വീകരിച്ചാലേ, വാപ്പാൻ്റെ റൂമിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാതെ ഡോറ് തുറന്ന് മോനെ സ്വീകരിച്ച് പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചേ, വാപ്പ കിടക്കണ റൂമിൽ ഉമ്മ തിരിച്ചു വന്നാൽ വാപ്പങ്ങാൻ ഉണർന്ന് മോനെ ചീത്ത പറയുമെന്നുള്ള പേടികൊണ്ട് ഉമ്മ ശബ്ദം ഉണ്ടാക്കാതെ ഡോറ് ലോക്ക് ചെയ്ത് വാപ്പാൻ്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോൾ നിശയുടെ നിശബ്ദതയിൽ എല്ലാം ശ്രവിക്കുന്ന വാപ്പാൻ്റെ ഒരു ചോദ്യമുണ്ട്, അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കണ വാപ്പാനെ ഒരു മക്കളും കണ്ടിട്ടില്ല, ഒരു മക്കളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്നേഹം കൊടുക്കാൻ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഹീറ, ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച പോലെ. അത് വല്ലാത്ത കരുണയാണ്. നമ്മളുടെ എത്ര വാപ്പാനുമ്മാനും വേണ്ട തോന്നിയാൽ ഉദരത്തിൽ അല്ല തന്നൊരു ചിഹ്നമുണ്ട്, നമ്മളുടെ പൊക്കിൾ ചൊഴിയുടെ ചിഹ്നമാണ്. എത്ര വളർന്നാലും ഉമ്മാനെ മറക്കാതിരിക്കാനാ, വാപ്പാനെ മറക്കാതിരിക്കാനാ. ഉമ്മാന്ന് പോഷകാഹാരം സ്വീകരിച്ചതിൻ്റെ അടയാളം അല്ലാഹു തആല വെച്ചു തന്നതാണ് ആ പൊക്കിൾ ചൊടിയുടെ ചിഹ്നമെന്നുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മടിയിൽ കാഷ്ടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് തട്ടി മാറ്റുമ്പോഴും വലത്തെ കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാനൊരു മടി അവർ കാണിച്ചിട്ടില്ല. മുലപ്പാൽ കുടിക്കുമ്പോൾ കിന്നരിപ്പല്ലുകൾ മുളച്ചു വരുമ്പോൾ, ഭക്ഷണമില്ലാത്ത ശരീരത്തിൽ നിന്ന് പാല് നുകരാൻ കടിക്കുമ്പോൾ, മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിൻ്റെ തുള്ളി കടന്നു വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് മോൻ്റെ തലയിൽ തലോടിയ ആ ഉമ്മാനെ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞോണ്ടെന്നില്ല. അതാ ചെറുപ്പത്തിലെ കാരുണ്യം എന്ന് പറഞ്ഞത്. ആ വല്ലാത്ത മൂമെൻറ്റുകളാണ്, അവരനുഭവിച്ച ആ വേദനകളാണ്. പക്ഷെ എന്നാലും വാപ്പയാണെങ്കിലും രാത്രി ഉറക്കില്ല. നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യ പോറ്റണങ്ങൾ കണ്ടിട്ടില്ലേ? പകൽ മുഴുവൻ കുടുംബത്തിലെ ജോലി, രാത്രി വിശ്രമിക്കാൻ വരുമ്പോൾ കുട്ടി പകൽ ഉറങ്ങണ കുട്ടി രാത്രി കരച്ചിലാവും. അതിനെ നോക്കി അവരുടെ ഉറക്കം ശരിയാവണില്ല, ഭക്ഷണം ശരിയാവണില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലെ 2-3 കുട്ടികളെ നോക്കാൻ പ്രയാസപ്പെടണമെങ്കിൽ 8-9 മക്കളെ നോക്കിയ ഉമ്മാൻ്റെ ജീവിതം എന്തായിരുന്നു, വാപ്പാൻ്റെ ജീവിതം എന്തായിരുന്നു, അവരെന്താ കഴിച്ചിരുന്ന ആ സമയത്ത്? അങ്ങനൊക്കെ അവർ നൊമ്പരം അനുഭവിച്ചിട്ടില്ലേ, ത്യാഗം അനുഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എത്ര വലുതാകുമ്പോൾ ഉമ്മാനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കല്ല് തട്ടി താഴെ വീഴുമ്പോൾ അറിയാതെ നാവിലൂടെ വരുന്ന വാക്കെന്താ? ഉമ്മാനാൻ. 15 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം ഉമ്മ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എത്ര വളർന്നാലും വഖ്ഫിദ് ലഹുമാ ജനാഹുദ്ദുല്ലി മിനർ റഹ്മ, ആകാശത്തിൻ്റെ വിഹായസിനെ കീഴ്പ്പെടുത്തി പറക്കുന്ന ഉന്നതിയുടെ കാലഘട്ടത്തിലും ചിറക് താഴ്ത്തേണ്ടത് എവിടെയാ? പാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിലാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുക. നമുക്ക് ചോദിക്കാം, നമ്മളുടെ സമ്പത്താണോ വാപ്പാക്ക്, നമ്മളിലാണോ വാപ്പാക്ക് നോട്ടുള്ളത്? അൻസ ഒമാലിക്കലി അബീഖ്, നീയും നിൻ്റെ സമ്പത്ത് നിൻ്റെ വാപ്പാൻ്റെയാണ് എന്ന് പറഞ്ഞ മുത്തറസൂലിൻ്റെ വാക്കാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിലും തൃപ്തിയിലും വന്നാൽ മാത്രമേ അള്ളാൻ്റെ തൃപ്തി ഉണ്ടാവുള്ളൂ. ഞാൻ സമയത്തിൻ്റെ പരിമിതിയിൽ പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ മക്കൾ അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്, അള്ളാഹിനോട് കണക്ക് പറയണം. അതുകൊണ്ട് തർബിയത്ത് ഇസ്ലാമിൻ്റെ മാർഗത്തിലാവണം, അവരുടെ പരിപാലനം ഇസ്ലാമിൻ്റെ മാർഗത്തിലാവണം. നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ പടച്ചോനെ ആ അമാനത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നെൻ്റെ ഏത് സാഹചര്യത്തിലും പരിഹാരം ഇസ്ലാമുണ്ട് പ്രിയമുള്ളവരെ, ദീനുണ്ട് പ്രിയമുള്ളവരെ. അവിടെ നമുക്കതിൻ്റെ പരിഹാരം കാണാൻ സാധിക്കും. നമ്മളുടെ മക്കൾ, നമ്മളുടെ കുടുംബം. ഞാൻ നിങ്ങളോട് തീർത്തു പറയാൻ, നമ്മളുടെ ഇണയിലേക്കല്ലാത്ത അള്ളാഹു പറഞ്ഞ സ്നേഹം മറ്റൊരാളിലേക്ക് തിരിയാതെ സൂക്ഷിക്കും തോറും അവരിലെ തൃപ്തി നമുക്ക് കൂടി വരും, ഇഷ്ടം നമുക്ക് കൂടി വരും, സ്നേഹം നമുക്ക് കൂടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫ് ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.